നമുക്ക് അല്പം ചിന്തിക്കാം. 3 യുദ്ധങ്ങളാണ്. ഒന്ന് മൂന്നാം ലോകമഹായുദ്ധം. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 7 ആ യുദ്ധത്തിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഹർമദോൻ യുദ്ധം. ഇപ്പം മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു വിഷയം നമ്മൾ പലയിടത്തുണ്ടെങ്കിലും സാധാരണ ബൈബിൾ പണ്ഡിതന്മാരും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുന്ന ഒരു എസെക്കിയേൽ 38-39 അധ്യായത്തിൽ ആ യുദ്ധത്തിൻ്റെ ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തതായി ഹർമദോൻ യുദ്ധമാണ്. അത് വെളിപ്പാട് ദിവസം 16 അവസാനത്തിൽ ഈ ജാതികളെല്ലാം ജനതകളെ, സകല ജനതകളെയും അല്ലെങ്കിൽ അവിടെയുള്ളതായ മിലിറ്ററി ഫോഴ്സസിനെ യഹോശാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ മെഗിദോ താഴ്വര. മെഗിദോ താഴ്വര എന്ന് പറയുന്ന ഇസ്രായേലൊരു താഴ്വരയുണ്ട്. അത് സെൻട്രൽ ഇസ്രായേലിലാണ്. ഞാനെൻ്റെ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ട്. വിശാലമായി കിടക്കുകയാണ്, പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മെഗിദോ. അതിനെയാണ് ഹർമദോൻ എന്ന് പറയുന്ന 16 വെളിപ്പാട് 16 അവസാനത്തിൽ കാണുന്ന ഹർമദോൻ യുദ്ധം. അപ്പോൾ ഈ മൂന്നാം ലോകമഹായുദ്ധത്തിനും തുടങ്ങുമ്പോൾ തന്നെ ഒരു നിയമം കൊണ്ടുവരും. കാരണം ഇല്ലെങ്കിൽ നശിച്ചു പോകത്തില്ല. പിന്നീട് 7 വർഷത്തെ എതിർക്രിസ്തുവിൻ്റെ ഭരണം വരും. ആ 7 വർഷം യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. അതാണ് മൂന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ഹർമദോൻ യുദ്ധത്തിലായിരിക്കും. അല്ല, മൂന്നാം ലോകയുദ്ധം പെട്ടെന്ന് കൊണ്ട് തീരുകയല്ല. അത് 7 വർഷത്തെ യുദ്ധമുണ്ടെന്നാണ് കാണുന്നത്. അതിങ്ങനെ വന്ന് അതിൻ്റെ ക്ലൈമാക്സിൽ വരുമ്പോഴാണ് അത് ഹർമദോൻ യുദ്ധമായി മാറുന്നത്. കാരണം ഹർമദോൻ എന്ന സ്ഥലത്തിലാണ് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ നടക്കുന്നത് കൊണ്ട് അത് യുദ്ധം ചെയ്യും. ഇപ്പം നമ്മുടെ നേതാക്കന്മാരെ കാസർഗോഡ് നിന്ന് ജാഥ ആരംഭിച്ച് അവിടെ നീലേശ് അല്ലെങ്കിൽ എന്താ പറയും തിരുവനന്തപുരത്ത് കടപ്പുറത്തുകൊണ്ട് അവസാനിക്കുമ്പോൾ അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതുപോലെ 7 വർഷത്തിൻ്റെ അവസാനത്തിൽ ഹർമദോൻ എന്ന് പറയുന്ന സ്ഥലം, അതായത് സെൻട്രൽ ഇസ്രായേലിൽ കിടക്കുന്ന വിജനമായ സ്ഥലമാണ്. ഒരു ചരിത്ര ഗവേഷകൻ പറയുന്നത് 200 മൈൽ ചുറ്റളവ് കിടക്കുമെന്നാണ് പറയുന്നത്. 200 മൈൽ ചുറ്റും. അപ്പോൾ എന്തുമാത്രം സ്ഥലമാണെന്ന് നോക്കിയാൽ ഇസ്രായേലിലൊരു നല്ല ശതമാനം പ്ലെയിനായിട്ട് കിടക്കുകയാണ്. നിങ്ങളത് വീഡിയോയിൽ അടിച്ചു നോക്കിയാൽ, അല്ല ഇതിൽ നെറ്റിൽ അടിച്ചു നോക്കി കാണാം. ആ സ്ഥലം നല്ല വിശാലമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങളാണത്. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം മുതൽ ഇസ്രായേൽ അവിടെ കാലുകുത്തിയ നാൾ മുതൽ സീസറ നയിച്ച ആ യുദ്ധം മുതൽ യോശിയാവിൻ്റെ യുദ്ധം, ദിനവൃത്താന്ത പുസ്തകത്തിൽ ഫെലിസ്ത്യരെ, അമ്മോന്യരെ, പിന്നെ മീഥിയാന്യരെ, പിന്നീട് ഇങ്ങനെ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ആ സ്ഥലത്ത് വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് മെഗിദോ താഴ്വര അല്ലെങ്കിൽ ഹർമദോൻ യുദ്ധം എന്ന് പറയുന്നത്. അത് ആണ് രണ്ടാമത്തെ യുദ്ധം. ആ യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്ന് താനൊരു യുദ്ധത്തെ ഏറ്റെടുക്കും. യേശു വന്നൊരു യുദ്ധം ചെയ്യുന്നുണ്ട് ദുഷ്ടന്മാർക്കെതിരായിട്ട്. ആ യുദ്ധത്തെയാണ് ഞാനിന്നാൾ പറഞ്ഞില്ലേ കൽക്കി അവതാരമെന്ന് ഹിന്ദുക്കൾ വിശേഷിപ്പിക്കുന്നത്, ഇമാം മഹദി എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു സത്യം ഇതാണ്. ആ ഹർമദോൻ യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ 1000 വർഷ ഭരണം ഭൂമിയിൽ ആരംഭിക്കും. യേശു ക്രിസ്തു തൻ്റെ വിശ്വസ്തന്മാരുമായിട്ട് ഭൂമിയിൽ ഭരണമുണ്ടാകും. അന്നത്തെ ഭരണം സഭയ്ക്കായിരിക്കും, അല്ലെങ്കിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ് ഇതിൻ്റെ നിയന്ത്രണം. അവർ ശരീരത്തിൽ വന്ന് ഭരിക്കാൻ മാത്രം, അവർക്ക് ആത്മശരീരം ഉണ്ടല്ലോ. അന്ന് യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറും, അല്ലെങ്കിൽ അവർ ചിതറിക്കും. അവരവിടെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കും. ജാതികളുടെ ഒരു കൂട്ടവും കാണും. ജാതികളിൽ മറ്റു ജനതകളിൽ പെടുന്നവരിൽ ഒരു ശേഷിപ്പ് അവരും കാണും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അവരും ഈ 1000 വർഷ ഭരണത്തിൽ എന്താ പറയും പെറ്റുപെരുകി ഒരു വലിയ ജനതകളായിത്തീരും. ഇങ്ങനെ 1000 വർഷ ഭരണം നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാ പ്രവചനം 11 അധ്യായത്തിലുണ്ട്, യെശയ്യാ 65 അധ്യായത്തിലുണ്ട്, വെളിപ്പാട് ദിവസം 20-4 മുതൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ 1000 വർഷ ഭരണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജനതകൾ ലോകത്തിലില്ലേ? യഹൂദന്മാരിൽ ഒരു വലിയ സമൂഹമുണ്ട്, പെറ്റുപെരുകി അങ്ങ് നിറയും. പണ്ട് ദൈവം പറഞ്ഞു എന്താ, നീ ഭൂമിയെല്ലാം പോയി പ്രസവിച്ച് അല്ലെങ്കിൽ സന്തതികളെ ഉരുവാക്കി പെരുകി നിറയ്ക്കാൻ പറഞ്ഞു. പക്ഷേ അത് ശരിയായി നിറവേറ്റില്ല. കാരണം പിശാച് ദുഷ്ട ജനതകളെയാണ്, ദുഷ്ടന്മാരെയാണ്, അല്ലെങ്കിൽ പാപികളെയാണ് ഒരുപാട് വളർത്തിയെടുത്തത്.
ആ ഭൂമിയല്ല ആവശ്യം. വീണ്ടും പർദീസയും ഏദൻ തോട്ടം പോലെ ഭൂമിയായി മാറണം. ഇസ്രായേൽ ഏദൻ തോട്ടം പോലെ ആകുമെന്ന് നമുക്ക് എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 35 ഏതൊരു വാക്യത്തിലുണ്ട്. വീണ്ടും ഒരു ഏദൻ തോട്ടം പോലെ ആകും. അപ്പോൾ യഹൂദനും യെരൂശലേമിൽ കാണും. അപ്പോൾ തന്നെ പണ്ട് പെന്തക്കോസ്ത് നാളിൽ ചെതറിപ്പോയ പോലെ യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവർ പോയി പാർക്കും. ദൈവം അങ്ങനെ അവരെ അയച്ച് അവിടെ പാർക്കും. അപ്പോൾ ഈ മറ്റ് ജനതകളിലും ഒരു വലിയ സമൂഹമുണ്ട്. പക്ഷേ ഈ 1000 വർഷ ഭരണത്തിൽ ഈ പറഞ്ഞ പോലെ സാത്താനെ ബന്ധിക്കുന്നതിനാൽ, ദുഷ്ടശക്തികളെ ബന്ധിച്ചു വിടുന്ന യേശുക്രിസ്തു ഭരണം വെക്കുന്നതിനാൽ, ഇനി ദുഷ്ടന്മാർ ബാക്കി ശേഷിച്ചാൽ പോലും, വിത്തുണ്ടല്ലോ, ഈ മരം വെട്ടി കുഞ്ഞാലും അതിൻ്റെ ഇതിൽ നിന്ന് കിളുക്ക് വരുന്ന പോലെ ദുഷ്ടൻ പിശാചിനെ ബന്ധിച്ചെങ്കിലും ദുഷ്ടത ഭൂമിയിലുണ്ടല്ലോ. പണ്ട് ആൾക്കാർ പറയില്ലേ, വ്യക്തികൾക്ക് മാറ്റം വന്നാലും വ്യവസ്ഥിതിക്ക് മാറ്റം വരുന്നില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വ്യവസ്ഥിതി മാറാത്ത മനുഷ്യരുണ്ട്. അവരെയാണ് വീണ്ടും വെളിപ്പാട് 20-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, വെളിപ്പാട് 20-ന്റെ 7 വായിക്കുമ്പോൾ അവരെ വീണ്ടും പിശാചിനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടും. ആ വാക്യം മാത്രം ഒന്ന് വായിച്ച്. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കണം. നോക്കണം. അപ്പോൾ ഈ വംശങ്ങൾ പെരുകുമ്പോൾ വീണ്ടും ദുഷ്ടതയോടെ ഉണ്ട്. കാരണം പിശാചിനെ ബന്ധിച്ചെങ്കിലും തലമുറയായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടത മനുഷ്യരിൽ അപ്പോഴും പെരുകുന്നുണ്ട്. പക്ഷേ പ്രവർത്തിക്കാൻ സമയമില്ല. ഇപ്പം നമുക്കറിയാം, ശരിയായ ഒരു നല്ല ഭരണാധികാരി ലോകത്തിൽ വാഴുമ്പോൾ, ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം പല ദൂഷ്യവശങ്ങളുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയിൽ നടക്കുന്ന സമയത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ മാതൃകയുള്ളൊരു മനുഷ്യനാണ്. ഇന്ന് മുഖ്യമന്ത്രിമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുഖ്യമന്ത്രിയാണ് അച്യുതമേനോൻ. സ്വാർത്ഥതയില്ല, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ഗുണം നോക്കാതെ ഒരു ത്യാഗിയും ദരിദ്രനുമായിട്ട് ജീവിച്ച ഒരു വലിയ നേതാവാണ് അച്യുതമേനോൻ. CPIയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലത്തിൽ നോക്കണം, പല ദുഷ്ടതയും ലോകത്തിലുണ്ടെങ്കിലും ആ എമർജൻസി കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷം. അതുകൊണ്ടല്ല 20 സീറ്റിൽ അവർ ജയിപ്പിച്ചത്. എന്താ കാരണം? ഓഫീസെല്ലാം റെഡി, ജോലി ചെയ്യുന്നതെല്ലാം കറക്റ്റ്, കൈക്കൂലി വേണ്ട, അനീതികളില്ലാത്തൊരു കുറേ ഭാഗങ്ങൾ. എന്നാൽ ചില അഴിമതികളുണ്ട്, കാരണം മുഴുവൻ ലോകം ദുഷ്ടൻ്റെ അധീനല്ലേ. അതുകൊണ്ടാണ് 20 സീറ്റിൽ അവർ ജയിക്കാൻ കാരണം. അപ്പോൾ ഇതുപോലെ നല്ല നേതാക്കന്മാർ, ലീഡേഴ്സ് ഉള്ള സ്ഥലത്തിൽ ഒരിക്കലൊരു പണ്ഡിതനിങ്ങനെ പറഞ്ഞത്, ശരിക്കും കാര്യപ്രാപ്തിയും വിവരവും ജ്ഞാനമുള്ളൊരു നേതാവ് ലോകത്തെ ഭരിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തെ ഭരിച്ചാൽ, ഇന്ത്യയെ ഭരിച്ചാൽ, അതിനോടൊപ്പം മനഃപൂർവ്വമായി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ജനങ്ങളും ഉണ്ടെങ്കിൽ, അതായത് ആലോചനയും ബുദ്ധിയും ജ്ഞാനമുള്ളൊരു ഭരണകർത്താവും അവരുടെ ആലോചനയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കാൻ സമർത്ഥരായ പ്രജകളുമുള്ള ദേശം അനുഗ്രഹിക്കപ്പെടും. അതാണ് തിയറി. അല്ലാതെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവും പറഞ്ഞ് കള്ളത്തരവും കാണിച്ചു പോകുന്ന രാജ്യങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വീണ്ടും ഏൽപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും 1000 വർഷം കഴിഞ്ഞിട്ടും ഈ ദുഷ്ടത ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് സാത്താനെ അഴിച്ചുവിടും. സാത്താനെ അഴിച്ചുവിടുമ്പോൾ എന്ത് ചെയ്യും? അവൻ പോയി പാളയം പഴം. ഇപ്പോൾ ചില പ്രശ്നങ്ങളെല്ലാം ലോകത്ത് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നേതാക്കന്മാരെ പിടിച്ചകത്തിടും. കാരണം അവരാലോചന കൊടുത്തെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ എന്താ ബന്ധു നടക്കാത്തത്? കേരളത്തിൽ എന്താ ഇപ്പോൾ കല്ലേറൊക്കെ കുറഞ്ഞിരിക്കുന്നത്? ഒരു ഭാഗം, ആ ഭാഗങ്ങൾ. കാരണം അവരുടെ പാർട്ടി നേതാവ് പറഞ്ഞെങ്കിലല്ലേ അവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നേതാക്കന്മാരെ പിടിച്ചകത്തിടും. ഇപ്പോൾ ഒറ്റ നേതാവേ ഉള്ളൂ. 3 പേരുണ്ടായിരുന്നു, മൃഗവും കള്ളപ്രവാചകനും. അവനെ ആദ്യം പിടിച്ചകത്തിട്ടു, അല്ല തീപ്പൊയിലിട്ടു. ഇപ്പോൾ സാത്താനെ ബന്ധിച്ചു. അപ്പോൾ സാത്താനെ ബന്ധിച്ചപ്പോൾ പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും, അതിനുള്ള പ്രേരണ ഉണ്ടെങ്കിലും ഉത്തേജനമില്ല. ഏതാ? ഉത്തേജനമില്ലാത്തത് കൊണ്ട് ഈ മനുഷ്യർക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. പക്ഷേ ദൈവത്തിനറിയാം. അതുകൊണ്ട് വീണ്ടും അവനെ ഇതിലൊന്നുകൂടെ ശുദ്ധീകരിച്ചെടുക്കാൻ ഒരു കൂട്ടർ പിശാചിനെ അഴിച്ചുവിടും. അപ്പോൾ അവനെന്ത് ചെയ്യും? അവൻ്റെ ആത്മാവ് വ്യാപിച്ചിട്ട് ഈ, അതായത് ശരിപ്പെടാത്ത ദുഷ്ടതയുള്ള മനുഷ്യരുടനെ ഒന്നിച്ചു കൂടും. നമ്മുടെ നേതാവ് വന്നോളാം, ഇനി നമുക്ക് നമ്മുടെ കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? വായിക്കാം. അവൻ ഭൂമിയിലുള്ള 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള. പെട്ടെന്നാണല്ലോ ഇന്ന് സ്പിരിറ്റുകൾ വ്യാപിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ലോകത്തിൻ്റെ സംഭവം ഉണ്ട്, ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അറിയുന്നില്ലേ. അപ്പോൾ ഇതുപോലെ അവന് ഈ കിട്ടിയ സമയം കൊണ്ട് എന്ത് ചെയ്യും? ഈ ദുഷ്ടതയുള്ള മനുഷ്യരെല്ലാം കൂടി കൂട്ടി ഒന്നാക്കും. അപ്പോൾ പിന്നെ എങ്ങനെ അവർ അടങ്ങിയിരുന്നത്? നേരത്തെ നല്ലൊരു നേതാവ് ഭൂമിയെ ഭരിച്ചിരുന്നതുകൊണ്ട് അവർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം നീതി ന്യായം സ്ഥാപിച്ചു പോവുകയാണ്.
അപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കില്ല. അഴിച്ചു വിട്ടപ്പോൾ വീണ്ടും അവരുടെ ആത്മാവ് പൊങ്ങി. വായിച്ചേ. ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ നോക്കണം. അപ്പം ജനം വഞ്ചിക്കപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് ശരിയായ അറിവില്ല. അറിവില്ലാത്ത ജനങ്ങളെയാണ് വഞ്ചിക്കുന്നത്. ഇനി അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭ തന്നെ എടുത്തു നോക്കിയാൽ ചില സഭകളിൽ ഈ നടത്തിപ്പുകാർ മാറി മാറി വരുമല്ലോ, അല്ലേ? നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ ഈ തുറന്നു പറയുന്നുണ്ട്, ആരും വിരോധിക്കേണ്ട. കാരണം നമ്മൾ സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്, വ്യക്തികളെയല്ല. സ്പിരിറ്റുകളെയാണ് നമ്മൾ പറയുന്നത്. ആ സ്പിരിറ്റിനെ മനസ്സിലാക്കി രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലൊക്കെ തുറന്നു പറയുന്നത്. അത് ഈ കള്ളന്മാർക്ക് ഇഷ്ടമല്ല. നന്നാകാൻ ഇഷ്ടമില്ലാത്തവന്മാർക്ക് ഇത് ഇഷ്ടമല്ല. നമ്മൾ നന്നാകാൻ ആഗ്രഹിക്കാത്തവരെ കുറിച്ചല്ല നമ്മുടെ ലക്ഷ്യം. നന്നാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ശുശ്രൂഷ. അങ്ങനെയല്ലേ? ഒരുക്കമുള്ള ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാനുള്ള മിനിസ്ട്രിയാണിത്. അല്ല, ഒരുങ്ങാൻ ആഗ്രഹമില്ലാത്തവരും കള്ളനാണയങ്ങൾക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ഇല്ല. പിന്നെ അവരെ കൂടുതൽ കാണും. അവർക്കിതൊന്നും വേണ്ട. അവർക്ക് വേണ്ടി അല്ല ഇത് നടത്തുന്നത്, ഒരുക്കമുള്ള ജനത്തിന് വേണ്ടി. അതുകൊണ്ട് എത്ര പേര് ഇതിനെ നിഷേധിച്ചാലും ഇതിന് വിരോധം പറഞ്ഞാലും ഞങ്ങൾക്കത് വിഷയമല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളെപ്പോലെ സത്യസന്ധരായി പരമാർത്ഥികളായി കർത്താവിൻ്റെ വരവിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നല്ലൊരു ആൾക്കാരെ വാർത്തെടുക്കണം. ഈ ഉദ്ദേശത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാടെണ്ണം മിസ്സായിപ്പോവും, പാഴായിപ്പോവും. ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ തന്നെ പാഴായില്ലേ? കർത്താവ് വേർതിരിച്ച യൂദാസ് അങ്ങനെ പോയില്ലേ? പൗലോസിൻ്റെ കാലത്തിൽ എത്രയോ പേര് ലോകം വിട്ടുപോയി, അല്ല മാർഗം വിട്ടുപോയി. പലരും വിട്ടുപോയെന്ന് പൗലോസ് പറയുന്നു. ചുരുക്കം പേര് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. യേശുവിൻ്റെ കാലത്ത് 5000 10,000 പേര് ഭക്ഷിച്ച് പാനം ചെയ്ത് യേശുവിനോട് നടന്നവർ ഉപദേശം സ്ട്രോങ് ആക്കിയപ്പോൾ അവരെല്ലാം വിട്ടുപോയി. ഇന്ന് അതുകൊണ്ടാണ് പെന്തിക്കോസ് കോളത്തിൽ പോലും പാസ്റ്റർമാർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഉപദേശം വേണ്ട, പ്രോസ്പെരിറ്റി ഗോസ്പൽ. എന്താ? നിങ്ങൾക്ക് സമൃദ്ധി കിട്ടും, കാശ് കിട്ടും, പണം കിട്ടും, പേര് കിട്ടും, പ്രശസ്തി കിട്ടും, അല്ലെങ്കിൽ സ്വത്ത് കിട്ടും, നിലം കിട്ടും. ഈ പ്രോസ്പെരിറ്റി പറയുമ്പോൾ ആൾ കൂടും. യേശു പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ എന്നെ പിൻപറ്റുന്നത് വചനം കേൾക്കാൻ വേണ്ടി വരുന്നതല്ല, അപ്പം തിന്ന് തൃപ്തരായതാണ്. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തൃപ്തരാക്കാൻ ഇന്ന് പാസ്റ്റർമാർ പഠിച്ചു. കാരണം അവർക്ക് പണം വേണം. ഞാൻ പറയുന്നത് മൊത്തം പെന്തിക്കോസുകാർക്ക് വേണ്ടിയാണ്, നമ്മുടെ മെസ്സേജും പോകുന്ന എല്ലാവർക്കും വേണ്ടിയല്ല. അതുകൊണ്ട് TPM മാത്രമല്ല. അപ്പോൾ പലരും ഇന്ന് ആ ഒരു മെത്തേഡിൽ പോവുക. അവർക്ക് കാശ് വേണം, പേര് വേണം, പ്രശസ്തി വേണം. അപ്പോൾ അതിനേറ്റവും ജനസ്വാധീനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അവരെ സ്വാധീനിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മെസ്സേജ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് TPMനെതിരായിട്ട് ഒരാളുടെ മെസ്സേജ് കൊടുത്തില്ലേ? അയാളുടെ മെസ്സേജ് എല്ലാം നോക്കി അയാൾ സുവിശേഷ വേലക്കാരെ മാത്രമാണ് കുറ്റം പറയുകയും ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളതിനെ എതിർക്കണം, വിട്ടുപോരണം. അത് പുള്ളിയുടെ തന്ത്രമാണ്. കാരണം ഇതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കണം. ഏതാ? അതുകൊണ്ട് വേലക്കാരെല്ലാം മോശം, കൾട്ടാണ്, വിശ്വാസികൾ പാവങ്ങളാണ്, അവിടെ മൊണ്ണകളാണ്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വിശ്വാസികൾ ആരാന്ന് നമുക്കറിയത്തില്ലേ. അവർ പിന്നെ ആവശ്യമില്ലാതെ കയറി കോർക്കാൻ പോകുന്നില്ല. അത്യാവശ്യത്തിന് പറയാനും എടുക്കാനും തൻ്റെ ഇടം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അയാളുടെ മിനിസ്ട്രിയിൽ എന്നായിരുന്നു? വിശ്വാസികളെ ഇളക്കുക. വേലക്കാർ മുഴുവൻ മോശം, പാസ്റ്റർ പോൾ മോശം, പാസ്റ്റർ ആൽവിൻ മോശം, പാസ്റ്റർ ടി തോമസ് മോശം, ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സഭയിൽ വരുന്ന വേലക്കാർ നല്ല ശതമാനവും സഭയ്ക്ക് വേണ്ടി തന്നെ ജീവൻ കൊടുത്തു പോകുന്നവരാണ്. അവർ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നവരല്ല. അപ്പോൾ അയാളുടെ ഉദ്ദേശം ഇതായിരുന്നു, അയാൾക്കുള്ളൊരു പിശാച് കയറിയിട്ട് ഇതിനെ ജനങ്ങളെ ഇളക്കിയിട്ട് കുറേ എണ്ണത്തിന് വെളിയിൽ കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം ഇത് പാറമേൽ അടിസ്ഥാനമിട്ട മാർഗം എന്ന് പറഞ്ഞ പോലെ ഉപദേശം പഠിച്ച് ജനമായതുകൊണ്ട് ഇതിനു മുമ്പും പല പ്രതികൂല സാഹചര്യങ്ങൾ വന്ന് കറങ്ങിത്തിരിഞ്ഞ് വന്നവരായതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശം ഏക്കുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരുത്തൻ പോലും ആ പ്രസംഗത്തിൽ വെളിയിൽ പോയില്ല, ഒരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം അത് വിമർശന ബുദ്ധിയോടുമല്ല. നമുക്കറിയാം നമ്മുടെ സഭയിൽ 2 കൂട്ടരുണ്ട്. പാസ്റ്റർ MG തോമസ് പറഞ്ഞ പോലെ 3 ഗ്രൂപ്പാണ്, ABC. ഒന്ന് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നവർ. അപ്പം മെയിനായിട്ട് അവരെ ഉപദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു വിഷയം അതാണ്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന ജനം, അവർക്ക് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ ജീവിച്ചോളും. അവരെ നടത്തേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മ അവരെ നടത്തിക്കോളും. അവർ നിങ്ങൾ കാണുന്നില്ല, എത്ര കാലം ഏത് വേലക്കാർ മാറി വന്നാലും, ഇനി പിന്മാറ്റക്കാരനായ വേലക്കാർ വന്നാലും അവർക്ക് വിഷയമല്ല, ദൈവം നോക്കിക്കോളും. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്. അതാരാ? കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഈ പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് ടീച്ചർമാരുടെ നീ പരിശ്രമിച്ചാൽ കടന്നു പോകാം. അത് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ പരിശ്രമിച്ചാൽ കടന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ മിനിസ്ട്രി നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു സഭയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാറല്ല, അദ്ദേഹം പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ഒരു മെഡിക്കൽ സൂപ്രണ്ട്, ഒരു ഇൻചാർജാണ്. അത് ഈ പ്രസംഗമെല്ലാം കേൾക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ ടൈം ഒരു 2-3 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത്
പറയാമെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് സാരമില്ല, ഇപ്പോൾ സാറിനെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപാട് കാലം കേട്ട് മനസ്സിലാക്കി, നിങ്ങളും അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അല്ലാത്ത മനുഷ്യർക്ക് ഇത് എക്സ്പ്ലനേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക്, അപ്പോൾ അവരെയാണ് നമ്മളെപ്പോഴും താഴെത്തട്ടാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അറിവും ജ്ഞാനമുള്ളവർക്ക് അധികം പറയേണ്ട ആവശ്യമില്ല. പണ്ട് KC അപ്പം പറയും, ഈ കാളവണ്ടിയെക്കുറിച്ചൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് കാളക്കാരൻ കാളവണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ തന്നെ ഉണ്ടില്ലേ പിള്ളേർ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തലയ്ക്കാത്ത, പക്ഷേ കാളവണ്ടിയോ ഏതെങ്കിലും കഥ പറയാമെങ്കിൽ പെട്ടെന്ന് അവരെൻ്റെ മുഖത്തേക്ക് നോക്കും. ഇപ്പോൾ തന്നെ എല്ലാം നോക്കിയിരിക്കും ഇനി കാളവണ്ടി എന്താണെന്നാണ്. അപ്പോൾ കാളവണ്ടിയെക്കുറിച്ച് ഭാഷ KC പറയുന്നത്, ചില കാളകളെ ഈ കാളവണ്ടിക്കാരൻ കയറി കിടന്ന് ഉറങ്ങിയാലും, സാധനവും കയറ്റി ചന്തയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കിടന്നുറങ്ങിയാലും ഈ കാളകൾ കറക്റ്റ് കൊണ്ട് ആ സ്ഥാനത്തോട് നിർത്തും. കാരണം അവന് പരിചയമായി, അനുഭവമായി, തലക്കത്താലുള്ള ഇന്ദ്രിയ ജയം. എന്നാൽ ചില കാളകൾ അതല്ല, ഇച്ചിരി അറിവില്ലായ്മ അനുസരണമൊക്കെ ഉള്ളതുകൊണ്ട് കാളക്കാരൻ എന്തു ചെയ്യും, വടിയൊന്ന് ഓങ്ങിയാൽ മതി, കാളയ്ക്ക് മനസ്സിലാകും. അല്ല ചെറുതായിട്ട് തട്ടി കൊടുത്താൽ മതി, അവനുടനെ റെഡിയാക്കും. ഇപ്പോൾ 2ാം ഗ്രേഡ് മനുഷ്യൻ. 3ാമത്തെ കാള അതല്ല, എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല, അവന് ബോധമില്ല, അത് കാണിക്കുന്ന മുഴുവനും. അപ്പം പിന്നെ എന്ത് ചെയ്യും, അടിച്ചിട്ടും ഗുണമില്ല. കാരണം അടിച്ചടിച്ചടിച്ച് തുഴൽ തഴമ്പ് പിടിച്ചതാണ്, തഴമ്പ് പിടിച്ച് കട്ടിയാവുകൊണ്ട് അടിച്ചിട്ടും. അങ്ങനെ ഞാൻ പണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ചെറുപ്പത്തിലുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ MC റോഡിലെ വാതിക്കലാണ് വീട്. ഞാനും അവിടുത്തെ പയ്യനും കൂടെ, അവൻ്റെ പേര് സിബി എന്നാണ്, എൻ്റെ പേരും, ഞങ്ങൾ രണ്ടും കൂടെ അവിടെ നിൽക്കും. അപ്പോൾ ഈ കാളവണ്ടി ഇങ്ങനെ, അന്നത്തെ കാലത്ത് കാളവണ്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കാളവണ്ടി പോകുന്ന സമയത്ത് ഞാൻ കണ്ട് ഈ കാളയുടെ പുറകുവശത്തിൽ ചന്തിക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക, ചുമല പെയിൻറ്റിങ്ങിന് 3 വര. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ ഈ കാളയ്ക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. അയ്യോടെ അത് പെയിൻ്റ് അല്ല, അത് ചോരയുടെ കളറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ, വെറും അലസന്മാരും മടിയന്മാരും പണിയെടുക്കാത്ത കാളകൾ എന്തു ചെയ്യും, ഇവരെ അടിച്ചടിച്ച് ഇവിടെ തുഴമ്പ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തു ചെയ്യും, ഇതിനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അത്രയും ഭാഗത്തെ തോലങ്ങ് ഉരിഞ്ഞു കളയും. ആ തഴമ്പും തോലും അങ്ങ് ഉരിഞ്ഞു കളയുന്നതാണ് ഈ ഡിസൈൻ. ഇപ്പോൾ 3 വര 2 സ്ഥലത്തും കാണും. അപ്പോൾ അവിടെ അടിക്കുമ്പോഴേ വേദനിക്കത്തുള്ളതാണ്. അതാണ് ചില മനുഷ്യർ വിശ്വാസികളാണെന്ന് പറഞ്ഞാലും വേലക്കാരെന്ന് പറഞ്ഞാലും നേരെ ചൊവ്വേ പോകത്തില്ല. അപ്പോഴാണ് അവരെ പരീക്ഷയിൽ കൊണ്ടാകപ്പെടും. കഠിന പരീക്ഷയിൽ വരുമ്പോൾ ഒന്നുകിൽ നന്നാകും, അല്ലെങ്കിൽ അതോടെ അറവുമാടിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ ചില നമ്മുടെ ആത്മീയ വെളിപ്പാടുള്ള സഹോദരന്മാർ ചില പരീക്ഷ വരും പറയാൻ, ദൈവം എന്നെ പൂജ്യമാക്കി, ഇനി ഞാൻ ഒന്നേ തുടങ്ങുക. അതേസമയം അല്ലാത്ത സമയത്ത് ചിന്തിക്കത്തില്ല. അപ്പോൾ അതാണ് ദൈവം 3 ഗ്രേഡിലുള്ള പാർട്ടികൾ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. അപ്പോൾ ഏറ്റവും ഹയർ ലെവലുള്ളവർക്ക് പാർഷ A ഗ്രേഡ്, അവർ കർത്താവിൻ്റെ പേര് തന്നെത്താൻ ഒരുക്കിക്കോളും, തൻ്റെ കാന്ത. 2 കൂട്ടർ അവർ കയ്യാലപ്പുറത്ത് നിൽക്കുന്ന തേങ്ങ പോലെയാണ്, അതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. അപ്പോൾ അതിനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അവർ രക്ഷപ്പെടും. അതിനാണ് ടീച്ചർമാർ അവരെക്കുറിച്ച് നോക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതും. പരീക്ഷയ്ക്ക് നിങ്ങൾ പരിശ്രമിച്ചാൽ രക്ഷപ്പെടും. 3ാമത്തെ കൂട്ടർ ഈ പറഞ്ഞ പോലെ കഠിന പരീക്ഷകളും കഷ്ടങ്ങളും വന്ന് നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ആ മുടിയനായ പുത്രൻ തിരിച്ചു വരുന്ന പോലെ വരും. ഈ 3 ഗ്രൂപ്പ്. അല്ലാത്തതിനെ പറ്റി നമ്മൾ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഈ പിശാചിനെ അഴിച്ചുവിടുന്ന സമയത്തിൽ അവനെന്ത് ചെയ്യും, വളയും. അപ്പോൾ ഇവരെ തനികൂടം മാറ്റും. അപ്പോൾ അതേ പറഞ്ഞ സഭയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വേലക്കാർ മാറി മാറി വരുന്ന സമയത്തിൽ ഒരു കൂട്ടം വിശ്വാസികൾക്ക് ഒരു കുഴപ്പമില്ല, ആര് വന്നാലും അവരവരുടെ പണി നോക്കി പോകും. അവർ ദൈവത്തെ കണ്ടു വന്നവരാണ്. അവർക്ക് വേലക്കാർ ആര് വന്നാലും എങ്ങനെ പോയാലും, നമ്മൾ ഹബക്കൂക്ക് 3:17 രാവിലെ ധ്യാനിച്ച പോലെ അത്യവിഷം തളർക്കുകയില്ല. അങ്ങനെ വായിച്ചു വരുമ്പോൾ യഹോവയിൽ സന്തോഷിച്ച് അവർ ജീവിച്ചു. 2ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ചിലപ്പോൾ വേലക്കാർ തന്നെ തലതിരിഞ്ഞവർ വരും. ചില സമയത്തിൽ ഒറ്റപ്പെട്ട സംഭവത്തിൽ വേലക്കാർ തന്നെ തലതിരിഞ്ഞവരായിട്ട് വരും, അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്തവർ വരും. അവർ വിട്ടുവന്ന ജാതി സ്പിരിറ്റ് പോകാത്തവർ കാണും, അല്ലെങ്കിൽ മറ്റു പല സ്പിരിറ്റുകളുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം, പത്രോസ് 3.5 വർഷം നടന്നിട്ടും വാളെടുത്തവനാണ്, തീവ്രവാദിയുടെ ആത്മാവ് പോയില്ല. യോഹന്നാൻ തീ ഇറക്കാൻ ശ്രമിച്ചവനാണ്, ശമരിയക്കാരെ തീ ഇറക്കി കൊല്ലാൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ്. യൂദ ദ്രവ്യാഗ്രഹി. അപ്പോൾ 3 പ്രധാനപ്പെട്ട ആളുകൾ ഇങ്ങനെ ആയിരുന്നു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അവർ നന്നായത്. അവിടെ TPM-നും വേലയ്ക്ക് വന്ന് വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് വിശുദ്ധരാകത്തില്ല. ഇതിനകത്ത് വന്ന് ശരിയായ നടത്തിപ്പിലും പരീക്ഷയിലും പോയി തികഞ്ഞു വരണം. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ തട്ടിപ്പോവും. ചിലപ്പോൾ കുറേ പേര് പോയി കല്യാണം കഴിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. ആർക്കും പോവാം, എനിക്കും പോവാം.
ആരും തടഞ്ഞിട്ടില്ല, എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല. ഞാൻ വേലയ്ക്ക് വരുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞു, കുഞ്ഞാൽ വരരുത്, നിങ്ങൾ സമുദായത്തിൽ ഒന്നാണ്, ഇതിനകത്ത് കഷ്ടം സഹിക്കാനൊക്കത്തില്ല, നിങ്ങൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ അത് മോശമാകും. പക്ഷേ ഞാൻ പോയില്ലല്ലോ, ഒരു ദിവസം പോലും എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ ശരിയായ നടത്തിപ്പും കൂട്ടായ്മയെല്ലാം ഉണ്ട്, പോകേണ്ടവർ കറക്റ്റായിട്ട് പോകാം. പക്ഷേ ചിലത് തലയിരിഞ്ഞ് പോകും. ഈ യൂദായെ പോലെ ദ്രവ്യാഗ്രയും ജഡസ്നേഹത്തിൻ്റെ പിന്നാലെയും പോയി അവർ വരുമ്പോൾ എന്തു ചെയ്യും? ഈ പറഞ്ഞ പോലെ സഭക്കാരെ വശീകരിക്കാൻ തുടങ്ങും തങ്ങളുടെ ലാഭത്തിന് വേണ്ടി. TPM ത്തിലുള്ള കാര്യം പറയുന്നത്, ലാഭത്തിന് വേണ്ടി അവർ വശീകരിക്കുമ്പോൾ ഈ അടങ്ങിയിരുന്ന വിശ്വാസികളിൽ തന്നെയും പലരുടെ സ്പിരിറ്റ് ഇളകും. ചിലപ്പോൾ ജാതി സ്പിരിറ്റ് ഇളകും, ഭാഷാ സ്പിരിറ്റ് ഇളകും, അല്ലെങ്കിൽ വേറെ ചില ആത്മാവ് ഇറങ്ങും. അപ്പോൾ അവരുടെ വീട്ടിൽ വലിയ ബന്ധുവും സൽക്കാരവും ഭക്ഷണമൊക്കെ ഇങ്ങനെ വലിയ ബഹളം കാണിക്കുന്നത്. അത് ആ ഒരു ഈ മാച്ചിക്കലാണ്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചില നമ്മൾ ഒരേ ജാതിയാണ്, നമ്മുടെ ജാതിയാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഇടവക്കാരാണെന്ന് പറയും, ഇല്ലാത്ത അഹങ്കാരം പറയും. ഇങ്ങനെ കമ്പനി കൂടി വിശ്വാസികളും വേലക്കാരും പോകുന്ന സഭ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെപ്പോലുള്ള വരുമ്പോൾ ഞങ്ങൾക്കിതൊന്നുമില്ല. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രൂശിക്കപ്പെട്ട ഏത് മനുഷ്യൻ ക്രിസ്തുവിനെ. അപ്പോൾ ഇവിടെ ജാതി മതം ഇല്ലാത്തതുകൊണ്ട് ഈ ലോബികൾ ഞങ്ങളോട് എതിരാകും. വേലക്കാരിലും വിശ്വാസികളും ഈ ലോബികൾ ഞങ്ങളോട് എതിരാകും. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ യുദ്ധം ഇവിടെ കാണുന്നത്. അത് നമ്മൾ അർമ്മദോൻ്റെ അവസാനം കാണാം. മാത്രമല്ല ആ സമയത്ത് മറ്റൊരു യുദ്ധം കൂടെ. അതവിടെ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ കാണുമ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അപ്പോൾ ഈ സ്വർഗം എന്ന് പറയുന്നത് ഏതാ? അത് അവിടുത്തെ സ്വർഗം മാത്രമല്ലത്. ഏതാ? ഇവിടെയും സ്വർഗമില്ലേ? കാരണം ആ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ പറയുന്ന സ്ത്രീ സ്വർഗത്തിലിരിക്കുന്ന പറയുന്നത്. അപ്പോൾ സഭ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നു. എങ്ങനെ? എഫേസ്യർ 2:7 വായിക്കുമ്പോൾ, ബാക്കിയെല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് 2:7 വായിക്കുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങളെ ഉയർപ്പിച്ച് ക്രിസ്തുയേശു ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സ്വർഗസ്ഥലമാണ് വിശ്വാസികളുടെ സഭയും. അവിടെ യുദ്ധമുണ്ട്, യുദ്ധം നടക്കണം. എന്താ കാരണം? വ്യത്യസ്തമായ ചിന്താഗതിയുള്ള മനുഷ്യരെ, വ്യത്യസ്തമായുള്ള മനുഷ്യർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ സ്പിരിറ്റ് ഇളകും. വചനം പ്രസംഗിക്കുമ്പോൾ ചിലരുടെ സ്പിരിറ്റ് ഇളകുന്നില്ല. ഇന്നും ഇളകുന്നില്ലേ? വേലക്കാർ ഇളകുന്നില്ലേ? സീനിയറായിട്ടുള്ള വേലക്കാർക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. കാരണം അവരുടെ ആത്മാവ് വേറെ ആയതുകൊണ്ടാണ് ഇതിനോട് യോജിക്കാൻ ഒക്കാത്തത്. അല്ല, എത്രയോ പേര് വചനം കേട്ട് സന്തോഷം. ഇതേ വചനം കേട്ട് എൻ്റെ കൂടെ ചില വേലക്കാർക്ക് പോലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ ആത്മാവ് മാറിപ്പോയി. അതവർ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ നടത്തിപ്പിനൊക്കെ ദോഷം പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് അതാ ചീപ്പാഷന്മാരെയും കുറ്റം പറയാൻ കാരണം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൂടാ, അത് ശരിയായ ആത്മാവല്ല. അല്ലെങ്കിൽ ഈ വചനം പറയുമ്പോൾ കയറി എതിർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ ആത്മാവ് ശരിയല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനോട് കൈ കൊടുക്കാത്തത്. അവർ വേണം വലിയ സൽക്കാരം കാണിച്ചു തരും, പണം തരും, അല്ലെങ്കിൽ വേറെ നന്മകൾ തരും, അവരെ കൂടെ വേണേൽ വിറ്റ് തരും. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ട്. ഇതാണ് സഭയിലെ പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. വായിച്ച് 12-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യം? 5-6 സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും 7-ാം വാക്യം വായിക്കും. 12-ന്റെ വെളിപ്പാട് 12-7. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മിഖായേലും. അപ്പോൾ സഭയിൽ എപ്പോഴും 2 ഗ്രൂപ്പ് ഉണ്ടാകും. യൂണിഫോം ഇട്ടുകൊണ്ട് ഒന്നാകത്തില്ല പ്രിയരെ, കേട്ടോ. യൂണിഫോം ഇട്ടുകൊണ്ട് ഒന്നാകത്തില്ല. ഒരിക്കലും ഒരു വർക്കേഴ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു പാസ്റ്റർ ഇങ്ങനെ, നിങ്ങളെല്ലാവരും ഒന്നായിരിക്കണം. പുള്ളിയുടെ ഉദ്ദേശം നല്ലതാണ്. വിശ്വാസം വിട്ട് നിങ്ങളെല്ലാം ഒന്നായിരിക്കണം, അതാ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, ഇതെന്തോ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നതാണ് പണിയെന്ന് ചോദിച്ചു. ഇത് ഒന്നാകണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ? എല്ലാവരും വെള്ളം പിടിപ്പിച്ചാൽ ഒന്നാവുമോ? ഇല്ലല്ലോ, നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെന്താ? അത് നാം എല്ലാവരും വായിച്ചു. എഫേസ്യർ 4:12. അത് നാം എല്ലാവരും വിശ്വാസത്തിലും അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. ഇതാണ് ഒന്നിക്കുന്നത്. അല്ലാതെ യൂണിഫോമിൽ ഒന്നാകുകയല്ലേ. ഞങ്ങൾ വിശ്വാസികളുടെ വേലക്കാരൊന്നാണ്, വിശ്വാസികൾ 2ആണെന്ന് പറയുന്ന ചില വേലക്കാരുണ്ട്. ഞങ്ങൾ വേലക്കാരെല്ലാം ഒന്നാണ്. അതൊക്കെ അഹങ്കാരമാണ്, അറിവില്ലായ്മയാണ്. വിശ്വാസികളും വേലക്കാരും 2അല്ല, ഒന്നാണ്. തമ്മിൽ ഇണക്കിയ നഗരമാണ്. അങ്ങനെ വേർതിരിത്തം ഉണ്ടാകുന്ന വേലക്കാരെ സൂക്ഷിച്ചോണം. അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അല്ല, വിശ്വാസികളും വേലക്കാരും പിരിക്കാൻ ഒക്കുമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശ്വാസിയും വേലക്കാരനും ഒരുപോലെ തന്നെയാണ്. മനസ്സിലാവുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ സിയോനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തല്ലോ. അഹങ്കാരം പറയുന്ന ഒരൊറ്റ വേലക്കാരനും ഈ പറഞ്ഞ സിയോൻ്റെ പടിവാതിൽ പോലും എത്തത്തില്ല. അത് മനസ്സിലാക്കണം ആദ്യം. ഞാൻ പറയുന്ന പൊതുവിൽ പറയാം കേട്ടോ. TPM മാത്രമല്ല, ഞാനൊരു പൊതു ശുശ്രൂഷകനാണ്. TPMലാണെങ്കിലും എൻ്റെ ശുശ്രൂഷ പൊതുവാണ്. കാരണം ഞാൻ കത്തോലിക്കനായി ജനിച്ചവനാണ്. റോമൻ കത്തോലിക്ക സാർവത്രിക സഭ. അതുകൊണ്ടാണ് എന്നെ പലരും ഇപ്പോൾ പറയുന്നുണ്ട് കത്തോലിക്ക പെന്തിക്കോസുകാരനെ ചെറിയ കുഞ്ഞെന്ന് പറയും. കറക്റ്റാണ്. കത്തോലിക്കെന്ന് പറഞ്ഞാൽ സാർവത്രികം എന്നർത്ഥം. കാതോലികവും
ഏകവും. അപ്പോൾ സാർവത്രികമായതുകൊണ്ടാണ് എൻ്റെ ഈ മെസ്സേജും മുഴുവൻ ലോകത്തും പോകുന്നതിനും കാരണം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കാരണം. എതിർക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്ക പെന്തിക്കോസ് പറഞ്ഞുകൊണ്ടിരുന്നവറ്റ് ഞങ്ങൾ TP-ക്കാരെന്ന് പറയേണ്ട ആവശ്യത്തിന്. കാതോലിക്ക എന്ന് സാർവത്രികം, പെന്തിക്കോസ് എന്ന് പറയുന്നത് നമ്മുടേതല്ല, അത് യഹൂദൻ്റെയാണ്. അതിട്ടോട്ടെ, എനിക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ്, എന്നോട് ചോദിച്ചാൽ ഞാൻ സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ TPM IPC ചർച്ച കൊടുന്നുള്ള ആ ഒരു ഇടുങ്ങിയ മനസ്ഥിതി മാറിയിട്ട് നിങ്ങൾ വിശാലമുള്ളവരാകുവിൻ, ക്രിസ്തുയേശുവിൽ വിശാലമുള്ളതാകുവിൻ. അപ്പോൾ നിങ്ങളുടെ ഇടുങ്ങിയ മനസ്സങ്ങ് പോകും. ഇത് കുറേയെല്ലാം പഠിച്ചു വെച്ചിട്ട് ഇത് മാത്രമേ സ്വർഗമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പം. സിയോനെക്കുറിച്ച് ABCD അറിയാൻ വയ്യാത്ത ഞങ്ങളുടെ വേലക്കാർ സിയോനെക്കുറിച്ച് പ്രസംഗിച്ച് വരുമ്പോൾ തലകുത്തി പോകും. അവർക്കറിയത്തില്ല. ഞാൻ അടുത്ത ദിവസം വേണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവദിച്ചാൽ സിയോനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. വിശുദ്ധന്മാർ പഠിപ്പിച്ചതും ബൈബിളിലുള്ള സിയോനുണ്ട്, യെരുശലേമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം യൂട്യൂബ് ഒന്നും കാണത്തില്ലേ, ഒരേ സബ്ജക്റ്റ് തന്നെ എത്ര പേര് ഏതെല്ലാം എത്തി വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുകയാണ്. പക്ഷേ സത്യം ഒന്നല്ലേ ഉള്ളൂ. ആ സത്യമാണ് യേശു ക്രിസ്തു, വഴിയും സത്യവും. അപ്പോൾ ആര് പ്രസംഗിച്ചു വന്നാലും യേശു ക്രിസ്തു എന്ന കേന്ദ്ര ബിന്ദുവിലായിരിക്കണം എല്ലാം. അവിടെ പാസ്റ്റർമാർക്കും സഭയ്ക്കും വിശ്വാസികൾക്കൊന്നും സ്ഥാനമൊന്നുമില്ല. നമ്മൾ മരിച്ച് നമ്മൾ ക്രിസ്തുവിലേക്ക് വരികയാണ്. അവസാനം ബ്രഹ്മമായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ അവസ്ഥയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അതൊന്നിപ്പോൾ പറയേണ്ട സമയമല്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കണം. ചുമ്മാ ഏതെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നാക്കിൻ്റെ സാമർഥ്യം കൊണ്ട് പോകാൻ ആഗ്രഹിക്കരുത്. ഇന്ന് യൂട്യൂബിൽ കാണുന്നില്ല, പലവിധ ഭാഷന്മാർ വരുന്നുണ്ട്, ഓരോ വേഷം കെട്ടിക്കൊണ്ട് എന്തെല്ലാം വാക്സാമർഥ്യങ്ങൾ അവർ ഇറക്കുന്നത്. സത്യം ഇവിടെ കിടക്കുന്നു, അവർ പറയുന്നത് ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇത് അന്വേഷിച്ച് പഠിക്കണം. അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും. അപ്പോൾ ഈ യുദ്ധമുണ്ട്. അപ്പോൾ സഭയിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ കുറേ നാൾ വേല ചെയ്ത് വരുന്ന ഒരു സഭ എത്ര ക്രൂരന്മാരും പിശാചുണ്ടെങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ നടത്തിപ്പിൻ കീഴിൽ അടങ്ങിയിരുന്നേ ഒക്കത്തുള്ളൂ. വിശ്വാസ വീട്ടിലും അത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് തലപൊക്കിയാലും അടികെട്ടി അവിടെ ഇരുന്നോളും. എന്നാൽ ആ നടത്തിപ്പ് മാറി വേറൊരു നടത്തിപ്പിനെ ചിലപ്പോൾ ദൈവം അയച്ചു കൊടുക്കും. ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും അടങ്ങിയിരുന്നെങ്കിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ജാതിയോ ഭാഷയോ ഇനോ കുലമോ ഒക്കെ വെളിപ്പെടാൻ വേണ്ടി ഒരവസരം വീണ്ടും തരും. അപ്പോഴാണ് ഇത്രയും കാലം കേട്ടത് മനസ്സിലാക്കിയെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നത്. അതിനുശേഷം ന്യായവിധിയും വരും. സഭയിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇതുപോലെ ഈ സ്വർഗത്തിൽ യുദ്ധമുണ്ട്. മിഖായേലും അവൻ്റെ കൂട്ടരും, പിന്നെ വായിക്കാം, പിശാചും തൻ്റെ ദൂതരുമായി മഹാസർപ്പവും പടവെട്ടി അവനും പടവെട്ടി. കാരണം അവന് സ്വർഗത്തിലുണ്ട്. ഇത് പിന്നീട് ഒരു വിഷയമാണ്. വെളിപ്പാട് ദിവസം 12 അത് പെൻഡിങ്ങിൽ ഇരിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ പിന്നെ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ ഈ സംഭവവും പിന്നെ 14-ാം അധ്യായ സിയോനൊക്കെ അനുവദിച്ചാൽ പിന്നീട് പറയാം. അല്ലെങ്കിൽ പഴയ യൂട്യൂബിൽ കിടപ്പുണ്ട്, ആൽഫ ഒമേഗയിലൊക്കെ കിടപ്പുണ്ടത്, വേണ്ടവർക്ക് എടുത്ത് കേൾക്കാം. അത് പോട്ടെ. അപ്പോൾ ഈ 1000 വർഷ ഭരണത്തിൽ നോക്കണം, സാത്താനെ ബന്ധിക്കും. കാരണം സാത്താൻ ഇതുവരെ ബന്ധിച്ചില്ല. 1000 വർഷ ഭരണത്തിന് മുമ്പ് മൃഗത്തെയും കള്ളപ്രവാദിനെയും ബന്ധിച്ചതായിട്ട് 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പിന്നീട് 20-ാം അധ്യായത്തിൽ 1000 വർഷ ഭരണം. അതിനുശേഷം ഇവൻ കൂട്ടിവരുത്തുന്ന യുദ്ധത്തെയാണ് ഗോഗ് മാഗോഗ്, 3-ാമത്തെ യുദ്ധം. വായിച്ചു 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ വായിക്കാം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയം. ഏതാണ് വിശുദ്ധന്മാർ? ഇത് രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാരല്ല. അങ്ങനെ ഒരു ഭാഷ പ്രസംഗിക്കുന്നത് കേട്ടതാണ്. വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ പാളയമൊന്നുമില്ല. അവരുടെ കസേരയിട്ട് ഭരിക്കും. പക്ഷേ അത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അല്ല ജഡത്തിൽ വന്ന് നമ്മൾ ഭരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭരിക്കാം. ഏത് ശരീരം നമുക്ക് എടുക്കാം. യേശു ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം സാധാരണ ശരീരം എടുത്തില്ലേ, അതെടുക്കാം. അത് ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്ന പോലെ എടുക്കാം. പക്ഷേ അവരതിൻ്റെ നിയന്ത്രണം ആത്മാവിൽ നടത്തുമ്പോൾ ഇവിടെ വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറഞ്ഞാൽ ഈ ശേഷിക്കുന്ന യഹൂദന്മാരും ജാതികളിൽ രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരുണ്ട്. ദൂതൻ വിളിച്ചവർ രക്ഷ ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞ ഈ കാലയളവിൽ ജാതികളിൽ രക്ഷിക്കപ്പെട്ടവരും യഹൂദന്മാരിൽ രക്ഷ പ്രാപിച്ചവരുമായ മനുഷ്യരുടെ എതിരായിട്ട് വീണ്ടും ഒരു യുദ്ധം ലാസ്റ്റ് ഇവർ മുന്നോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്തിൽ എന്ത് ചെയ്യും? വായിക്കാം. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. പിന്നെ നീക്കുപോക്കില്ല. ഇതാണ് സഭയിൽ ഓർത്തോണം.
ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അവിടെ അടങ്ങിയിരുന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ നടത്തിപ്പ് മാറി വേറെ നടത്തിപ്പ് പോരട്ടെ, ഞാൻ പറഞ്ഞ പോലെ നടത്തിപ്പാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ കക്ഷികളുണ്ടെങ്കിൽ എഴുന്നേക്കും, അയാൾ ഇവിടെ 7 വർഷമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച ഒന്നും നടന്നില്ല. വേണം വേലക്കാരെഴുന്നേറ്റ് എനിക്കറിയാമല്ലോ. ഞാൻ പോയതിന് ശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേലക്കാരെനിക്കെതിരായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ സ്വാതന്ത്ര്യം ഇഷ്ടം നടക്കാതെ വരുമ്പോൾ അവർക്ക് പിടിക്കത്തില്ല. അപ്പോൾ അവരിങ്ങനെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അനുകൂലമായ ഒരു നടത്തിപ്പ് ദൈവം വിളിച്ചുകൊടുക്കും. എന്തിനാ? ഇത് വെളിപ്പെടണ്ടേ? അപ്പോൾ അവരാഗ്രഹിച്ച പോലെ ഒരു നടത്തിപ്പുകാരൻ വരും. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു നടത്തിപ്പുകാരനാണെന്നിരിക്കട്ടെ. ഈ കക്ഷികൾ ജോണിച്ചാൻ അവിടെ ചെന്നു. ജോണി പാസ്റ്റർ പുള്ളി ഒരു പാവപ്പെട്ട മനുഷ്യൻ. പുള്ളി വിശ്വാസികൾ ഈ പറഞ്ഞ പോലെ ഈ ക്രൂരന്മാരും വീരന്മാരും ഇദ്ദേഹത്തെ പേടിപ്പിച്ച് ഇദ്ദേഹം വന്നപ്പോൾ ഇവർക്ക് സന്തോഷമായി. അപ്പം മറ്റേ 3-4 പറഞ്ഞു തന്നെ, കഴിഞ്ഞ 4-5 വർഷം ഇവിടെ കടമുറ്റ തത്തനാരച്ചൻ്റെ ആത്മാവായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്കാർക്കും അനങ്ങാൻ വയ്യാതിരുന്നത്. നടന്ന സംഭവം കേട്ടോ. ഞങ്ങൾക്കാർക്കും അനങ്ങാൻ വയ്യാഞ്ഞതിൻ്റെ കാരണം കടമുറ്റ തത്തനാരുടെ ആത്മാവില പുള്ളി പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ ചോദിച്ചേടാ, പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ കടമുറ്റ തത്തനാരെ ഓടിക്കണ്ടേ? അപ്പോൾ നിങ്ങളിതിന് അടങ്ങിയിരുന്നേ. ഈ പറഞ്ഞ മനുഷ്യൻ്റെ വീട്ടിൽ ന്യായവിധി ഉണ്ടായി. തൻ്റെ മോൻ കല്യാണം കഴിക്കാൻ വരുന്ന ആ സമയത്ത് തന്നെ ഒരു വിശ്വാസം പറഞ്ഞു, എൻ്റെ അച്ചായിക്ക് എന്തോ ന്യായവിധിയിൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടല്ലേ പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് നടത്തിപ്പിനെതിരായിട്ട് പറഞ്ഞു. പെട്ടെന്ന് തൻ്റെ ഒരു വാത്സല്യപുത്രൻ കല്യാണം കഴിക്കാൻ ഗൾഫിൽ വന്നതാണ്. താന് ആക്സിഡൻറ്റിലൂടെ മരിച്ചു. തൻ്റെ വീട്ടിലൊരു മരണമുണ്ടായി, ഒരു കൊച്ചു മരിച്ചു. മൂന്നാമത്തെ തൻ്റെ മൂത്ത മകൻ മരിക്കാവുന്ന സ്റ്റേജിൽ ഒരു ഭയങ്കര രോഗം വന്നു. അപ്പോൾ എന്നെ വിളിച്ചു. നോക്കണം, 4 വർഷം എന്നോട് പോരാടാൻ പറ്റത്തില്ല അടങ്ങിയിരുന്ന മനുഷ്യൻ 4-ാം വർഷം തന്നിൽ ആത്മാവ് എഴുന്നേറ്റ് പ്രവർത്തിച്ചതാണ്. ഒരു 3-4 പേര്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഉടനെ എന്നെ വിളിച്ചു, അച്ചായാ ഒന്ന് സഹായിക്കണം, പ്രാർത്ഥിക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാനും ഒരു വിശ്വാസിയോട് പോയി പ്രാർത്ഥിച്ചു. അവൻ സൗഖ്യമായി. ഇന്നും അവൻ സന്തോഷത്തിരിക്കും. നല്ലൊരു വിശ്വാസി പയ്യനാണ്. എന്നെ കാണുമ്പോൾ വിളിക്കുകയും ചെയ്യും, ചിലപ്പോൾ നല്ല കാണിക്കുകയൊക്കെ തരും. ഇപ്പോഴും അയാൾ മരിച്ചുപോയി. വേറെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ഒരുത്തൻ അതോടൊരു തളർന്നു പോയി. വേറൊരു വിശ്വാസി 8 വർഷം കട്ടിലേക്ക് കിടന്നു. ഓതറയിൽ അന്വേഷിച്ച് ഞങ്ങൾക്കറിയാം. വേറൊരുത്തൻ്റെ വീട്ടിലെ ആ മക്കൾ, ഒരുത്തൻ JCB വീണു, ഒരുത്തൻ വീട് വിട്ടുകൂടി, ഒരുത്തൻ മിലിട്ടറിയിൽ വെച്ച് ഒരു കേസിൽ, അത് യഥാർത്ഥ കേസല്ലെങ്കിലും അകപ്പെട്ട് ജയിലിൽ പോയി. 4-ാമത്തവൻ അവൻ്റെ പെൺകൊച്ച് ഒരു സമുദായക്കാരൻ്റെ കൂടി ഏറ്റവും ഫ്രണ്ടിലിരുന്നവൻ ഏറ്റവും ബാക്കിൽ പോയി, പിന്നീട് വേറെ കണ്ട് പോയി സുവിശേഷ വേല ചെയ്യും. നടന്ന സംഭവം പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ അന്ന് ജോണിച്ചായൻ പറയും, ഒരു മാസയോഗത്തിന് പറഞ്ഞു, മുൻപ് ഇവിടെ 1000 വർഷ ഭരണമായിരുന്നു. ഞാൻ ചെന്നപ്പം പിശാചിനെ അഴിച്ചു വിട്ടു. അവർ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം കൂടി എഴുന്നേൽപ്പിച്ച് പെയ്ത്തോമിനകത്തൊരു വലിയ ബഹളം ഉണ്ടായി. അയലോക്കാരൻ യാക്കോബക്കാരൻ സാറ് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളിവിടെ ഒന്നുമില്ലാതെ കിടന്നിടത്ത് ദൈവം സ്ഥലം തന്നു, പെയ്ത്തോം തന്നു, വലിയ ഹോള് വന്നു, പാരിഷ് ഹാൾ തന്നു, ദേശത്ത് നിങ്ങളെ മാനിച്ച് ആത്മാക്കളെ തന്നു, ഇത്രത്തോളം അനുഗ്രഹിച്ചിട്ടും നിനക്കൊക്കെ മതിയായില്ലേ എന്ന് യാക്കോബക്കാരനൊരു DO AEO അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ വന്ന് ചോദിച്ച ചോദ്യമാണ്. അതിനുശേഷമാണ് ഇമാർക്കെല്ലാം ന്യായവിധി വന്നത്. നടന്ന സംഭവമാണ്. ഞാൻ പേര് പറയാൻ പാടില്ലല്ലോ, അന്വേഷിച്ചാൽ അറിയാം. ഈ വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പ് വേലക്കാർക്കും, മര്യാദയ്ക്ക് ദൈവത്തെ ഭയം ജീവിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ അഭ്യാസം എടുത്താൽ പെട്ടെന്നൊരു സ്വാതന്ത്ര്യം തരും, പക്ഷേ ന്യായവിധി പെട്ടെന്ന് വരും. നോക്കണം, സാത്താനെ അഴിച്ചുവിട്ടു, ആകാശത്തു നിന്ന് വായിച്ചേയും. ഭൂമിയിൽ പരക്കെ ചെന്ന വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും, എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കുന്നതാണ്. അപ്പം നരകത്തിലുണ്ട് ഇത് രാപകൽ. അപ്പം നിത്യതയിലും രാപകലുണ്ട്, രാത്രിയും പകലും. പുതിയ ആകാശത്തിനും രാപകലുണ്ട്, പുതിയ സ്വർഗത്തിലുമുണ്ട്. ആലയം ഇരിക്കുന്നിടത്ത് രാപകലുണ്ട്. രാപകൽ നിത്യം അവർ ആരാധിക്കുന്നൊരു വാക്യമില്ലേ വെളിപ്പാട് 7-ാം അധ്യായത്തിൽ. എന്നാൽ പുതിയ യെരൂശലേമിൽ രാത്രിയില്ല. 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രാത്രി അവിടെ ഇല്ലല്ലോ, പകൽക്കാലത്ത്. ഇതിൻ്റെ ആത്മീയമായ ഒരു അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ശരിയായ പുതിയ യെരൂശലേമിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ആത്മീയമാണല്ലോ പ്രധാനം. എൻ്റെ രാജ്യം ഐഹികമല്ലെന്നാണ്, മറ്റേത് എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, അതവിടെ ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ പുതിയ യെരൂശലേം എന്ന ആത്മീയ രാജ്യമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടില്ല, നിറം മാറത്തില്ല. ഒന്നിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറത്തില്ല. മനസ്സിലാകുന്നു?
അവർക്ക് രാത്രിയില്ല പകലുമില്ല, അവരെപ്പോഴും നല്ല കർത്താവിൽ സന്തോഷമായിരിക്കും. സത്യത്തെ സ്നേഹിച്ച് അവർ പോകും. ഇത് അവർക്ക് താല്പര്യമുള്ള സമയത്ത് അവർ ഉണരും, അല്ലാത്ത സമയത്ത് എതിരും പ്രശ്നമായി തീരുന്ന വേലക്കാരും വിശ്വാസം കണ്ടിട്ടില്ലേ? ഞാനും നിങ്ങളും അങ്ങനെയാണെങ്കിൽ വിചാരിച്ചോളം നമ്മൾ എത്തിയിട്ടില്ല പുതിയ യെരൂശലേമിലേക്ക്. പുതിയ ആകാശം വരെ എത്തിയിട്ടുള്ളൂ. ഇനി എന്നും ഈ പറഞ്ഞ പോലെ രാപകൽ ദണ്ഡനം അനുഭവിക്കണമെങ്കിൽ സൂര്യന് ചന്ദ്രൻ ഉള്ളിടത്തല്ലേ രാപകൽ. അപ്പോൾ ഭൂമിയിൽ തന്നെ അങ്ങനെ ഒരു വാഴ്ചയുണ്ടല്ലോ, ഭൂമിയിൽ തന്നെ ദണ്ഡനത്തിനൊരു സമയമുണ്ടല്ലോ. അത് ശുദ്ധീകരണ സ്ഥലമല്ല, ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, എപ്പോഴും അവർക്ക് അസ്വസ്ഥതയാണ്. അവർ മരണത്തെ ഭയപ്പെടുന്നു, തള്ളിയിടുന്ന പറഞ്ഞു. അവർ മരിച്ചു പോയെന്ന് പറയുന്നില്ല, അവർ തള്ളിയിടുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഒരുത്തോണം നന്മ ചെയ്താൽ അതിൻ്റെതായ ഒരു സന്തോഷം നമുക്കുണ്ടാകും. അല്ലെങ്കിൽ അവസാന കാലഘട്ടം വരുമ്പോഴേ രാത്രിയാകുമ്പം നേരം വെളുത്താൽ മതി, നേരം വെളുക്കുമ്പോൾ രാത്രിയാകാൻ മതി, ആകാശം നോക്കുമ്പം ചൂട് ചെമ്പ് പോലെയും ആക്കുന്നതിന് കാരണം ഇതാണ്. സഹിക്കാൻ വയ്യല്ലോ ചിലർക്ക് ചൂട്, എന്തോ ഒരു ചൂടാണ്. എൻ്റെയൊക്കെ ശരീരം ഏതെങ്കിലും തോട്ടം പോലെ എപ്പോഴും കൂളിങ്ങാണ്, അല്ലയോ? എപ്പോഴും കൂളിങ്ങാണ്, നോർമൽ ക്ലൈമറ്റാണ്. സാരം വേണ്ട, അത് നമ്മുടെ പൂർണ്ണ വിശുദ്ധി കൊണ്ടല്ല, ദൈവം ഒരു കൃപ തന്നതാണ്. ഫാൻ കാറ്റ് വേണ്ട, കറണ്ട് കുറച്ച് മതി, ഇല്ലേ? പിന്നെ ഈ കാലാവസ്ഥ എക്സ്ട്രീം ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും, എന്നാലും കുഴപ്പമില്ല പോകും. ചിലർക്ക് എന്തുമാത്രം വെള്ളം കുടിക്കണം, ഈ മേളിലും താഴെയും ഫാനിട്ടാലും ഉറക്കം വരാത്തവരില്ലേ ഉണ്ടല്ലോ. എന്താ കാരണം? അതൊരു ന്യായവിധിയാണ്. അത് കർത്താവ് തരുന്ന ശിക്ഷയല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന തെറ്റിനൊരു ശിക്ഷ ഇവിടെ തന്നെ ഉണ്ട്. ശരീരത്തിന് ദണ്ഡനം ഉണ്ട്. അപ്പോൾ രാപകൽ ദണ്ഡനം അനുഭവിക്കുന്നു പറയുന്നത് അവിടെ കിടന്നുകൊണ്ട് ദണ്ഡനം അനുഭവിച്ച് ഈ പറഞ്ഞ ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടു വരാം, ഇല്ലെങ്കിൽ നിത്യദണ്ഡനത്തിലേക്ക് പോകും. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് മര്യാദയ്ക്ക് ദൈവത്തെ ഭയന്ന് താഴ്മയോട് ജീവിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ TPM-ലെ വേലക്കാരായാലും വിശ്വാസികളായാലും ഈ നിത്യദണ്ഡനത്തിന് യോഗ്യരായിത്തീരും. അതുകൊണ്ട് ആ പാവം അവസാനിക്കും. എന്നാൽ 1000 വർഷം കഴിഞ്ഞു, ഇപ്പോൾ സാത്താൻ ഇനി എന്താ? ആ സമയത്തിലാണ് 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10 ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും. അപ്പൊ ഇത് ഈ 1000 വർഷ ഭരണത്തിന് മുമ്പുള്ള യുദ്ധത്തിൽ, ആ യുദ്ധകാലത്തിൽ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 8, 9, 10 അധ്യായം വായിച്ചാൽ, ഇങ്ങോട്ട് മാറി 16-ാം അധ്യായം വായിച്ചാൽ നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കും. 7 ദൂതന്മാരുടെ കാഹളവും 7 കലശം ഒഴിക്കുന്ന സമയത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അത് ഉപദ്രവകാലങ്ങളിലും ഒക്കെ ഉണ്ടായതിനു ശേഷം 1000 വർഷം കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇതെല്ലാം കംപ്ലീറ്റ് നീങ്ങുക. അപ്പോൾ ലോകാവസാനം ഇപ്പോൾ ഇല്ല. ഒരു ബോധകർ പറഞ്ഞിരിക്കുന്ന ഉസ്താദ് പറഞ്ഞ് 48-ൽ അവസാനിക്കും, ചിലർ 2030-ൽ അവസാനിക്കും എന്ന് പറയുന്നവരുണ്ട്. 2030-ലും അവസാനിക്കത്തില്ല, 2040-ലും അവസാനിക്കും. ചുരുങ്ങിയത് ഒരു 1007 വർഷം കഴിഞ്ഞിട്ടേ ഇത് അവസാനിക്കത്തുള്ളൂ. അതും ഇതിനെ നവീകരിക്കത്തേ ഉള്ളൂ മറ്റൊരു ഭാഗത്ത്. പക്ഷേ ചുട്ടരിക്കും. അപ്പോഴും ഭൂമി ഉണ്ടല്ലോ. അപ്പോൾ ഭൂമി ആകാശം ഒരിക്കലും പോകുന്നില്ല, പക്ഷേ ചുട്ടരിക്കപ്പെടും, ന്യായവിധി ഉണ്ടാകും. അതിന് ഈ പറഞ്ഞ 1007 വർഷം കഴിയണം. അത് നിങ്ങൾ ഉറച്ചു വെച്ചു. ഒരു ലോകാവസാനമൊന്നും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അല്പം കൂടെ വിവരിച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1000 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വായിച്ചേ. ഇപ്പോൾ ഭൂമി അതിൻ്റെ പദാർത്ഥങ്ങളും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇത് 1945 ഇവിടെ ഹിരോഷിമയിൽ ബോംബ് വീഴുന്നിടം വരെ ഈ വാക്യം അന്വർത്ഥമായിരുന്നു. ആ ബോംബ് വീഴുന്നതോട് മനസ്സിലായി മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആറ്റം വിഭജിക്കപ്പെടും, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺസിനെ വിഭജിച്ചുകൊണ്ട്. ഇന്നെല്ലാം സെപ്പറേറ്റ് ബോംബല്ലേ. ഇതെല്ലാം കൂടെ ഭൂമിയിൽ എത്ര പ്രാവശ്യം ചുട്ടിരിക്കാനുള്ള ബോംബ് ഓരോന്നിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ വാക്യം നിറവേറുമെന്ന് മനസ്സിലായി. സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഈ 1007 വർഷം കഴിയുമ്പോൾ ഇന്നത്തേക്കല്ല, കർത്താവിൻ്റെ രഹസ്യവരവിനോടുകൂടി, അല്ലെങ്കിൽ 3-ാം ലോകമഹായുദ്ധത്തോടുകൂടി എതിർ ക്രിസ്തു ലോകത്തിൽ ഭരിക്കാൻ വരുന്നതോടുകൂടി പിന്നെ 1007 വർഷമുണ്ട്. ഇത് കൃത്യമാണിത്. അപ്പോൾ സംശയമുള്ളവർ ചോദിച്ചാൽ മതി, ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷമേ ലോകം അവസാനിക്കത്തുള്ളൂ. അപ്പോൾ ലോകമൊന്നും ഉടനെ അവസാനിക്കത്തില്ല. മനുഷ്യർ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അതിനുശേഷം മൂലപദാർത്ഥം കത്തിയഴിയും ഭൂമി അതിൻ്റെ വായിക്കാം. മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന് വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. അടുത്തത്
നീതി വസിക്കുന്ന, ഇതിൻ്റെ ആത്മീയവശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. പക്ഷേ നിത്യതയുടെ അനുഭവം വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ബാക്കി ഭാഗം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം എന്താ പറയുന്നത്? വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഇതിൻ്റെ ആത്മീയ വ്യാഖ്യാനം എന്താ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ സ്വർഗം എൻ്റെ സിംഹാസന, ഭൂമി എൻ്റെ പാദപീഠം. അപ്പോൾ മനുഷ്യൻ തന്നെ ഭൂമി ആകാശം ഉണ്ടല്ലോ, ആത്മാവും ശരീരവും. അപ്പോൾ ഈ ശരീരത്തെ നവീകരിക്കുന്ന കാര്യം കൂടെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞതിൻ്റെ ആത്മീയ വ്യാഖ്യാനം പറയുമ്പോൾ നമ്മളെ തന്നെ നവീകരിക്കുന്നതാണ്. അവിടെ നിന്ന് നവീകരിക്കുന്നു? ശരീരത്തെ വിശുദ്ധീകരിക്കും. ശരീരമെന്ന ആദ്യദാനം ലഭിച്ചവർ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി പുത്രസ്വീകാരത്തിന് വേണ്ടി കാത്തിരുന്ന് ഞരങ്ങുന്നു. അങ്ങനെ ഈ ശരീരം പൂർണ്ണമാക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൗമിക ശരീരം, എല്ലും തോലുള്ള ശരീരം അങ്ങ് ഉപേക്ഷിച്ച് കളയും. പിന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് മണ്ണിനകത്ത് അവശേഷിക്കുന്നതല്ല. ഈ മണ്ണിൽ നിന്ന് ഈ ശരീരം ഉയർക്കത്തില്ല. ഒരു മനുഷ്യനും ഈ മണ്ണിൽ നിന്ന് ഉയർക്കാൻ പോകുന്നില്ല. അത് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെയാണ് കല്ലറയിലുള്ളവരെന്ന് പറയുന്നത്. ഞാനുള്ള വാക്കുകൾ തന്നിട്ടുണ്ട്, ഇനി സംശയമുള്ള ചോദിച്ചാൽ മതി. അതുകൊണ്ട് മരിച്ചതിന് ശേഷം ഇവിടെ തിരിശേഷിപ്പുണ്ട്. ഇവിടെ കാഹളം നിൽക്കുമ്പോൾ ആത്മാവ് വന്ന് ഈ പ്രാകൃത ശരീരത്തിൽ എല്ലാം പെറുക്കിക്കൊണ്ട് വരുമെന്നുള്ള ആരും പ്രതീക്ഷിക്കേണ്ട. അത് ഇതോടെ കഴിഞ്ഞു. ഞാൻ വാക്കുകൾ തന്നിട്ടുണ്ട്, വേണ്ടവർ ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് നമ്മൾ ഈ അടക്കത്തിനൊന്നും വലിയ പെട്ടിയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് പറഞ്ഞില്ലയോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കല്ലറ വരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ബട്ടർ ഫ്രൂട്ടിൻ്റെ ചൂട്ടിലിട്ടാൽ മതി. അതിനകത്ത് എല്ലുപൊടി കിട്ടും. മാംസമൊന്നും കൊഴുപ്പില്ല, എല്ലുപൊടി കിട്ടും. ഇല്ലയോ? എല്ലുപൊടിക്കൊക്കെ എന്തോ വിലയാണ് ഇപ്പം? 1 കിലോയ്ക്ക് എത്ര? 50? ഒരു 40 കിലോ കിട്ടിയാലും എത്ര രൂപ കിട്ടും? 2000 രൂപയുടെ എല്ലുപൊടി കൊണ്ട് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വേണം വിൽപ്പത്രം എഴുതി വെച്ചേക്കാം. പാഷ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മരത്തിൻ്റെ ചൂട്ടി കുഴിച്ചിട്ട്. അത് ഈ വിശുദ്ധ ശരീരം അല്ലെന്നേ. ഇത് വിശുദ്ധ ശരീരമല്ല. വിശുദ്ധ ശരീരം പ്രാപിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ മറഞ്ഞിരിക്കുന്നു. പ്രാവിൻ്റെ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലിരിക്കുന്ന പ്രാവേ മറഞ്ഞിരിക്കുന്നതിനിപ്പോൾ മരിച്ചു കഴിയും. നമ്മളിവിടുന്ന് മാറ്റപ്പെടുമ്പോഴും അവിടെ മറഞ്ഞിരിക്കുകയല്ലേ. ഈ മുട്ടയ്ക്കകത്തുനിന്ന് കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോൾ ആ മുട്ടത്തോട് പോകുന്ന പോലെയുള്ളൂ ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടെന്നായി പറയുന്നത്. വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, ഒരു സാമാന്യ മര്യാദ കൊടുത്താൽ മതി. അത്യാവശ്യം ഭക്ഷണവും അത്യാവശ്യം ഡ്രസ്സും അത്യാവശ്യം കൊടുക്കാവുള്ളൂ. ഇതിന് ഒരുപാട് മിനുക്കി കഴിഞ്ഞാൽ ഈ ശരീരം ശത്രുവായി വരും കേട്ടോ. കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് ബ്യൂട്ടി പാർലറിലേക്ക് വിട്ട് ചെറുപ്പത്തിൽ അഭ്യസിപ്പിക്കരുത്. അവരെ കൊണ്ട് ജോലി ചെയ്യും, ചാടാന്മാരിക്ക്. നമ്മുടെ കോൺട്രാക്ടർ തങ്കച്ചായൻ പറഞ്ഞില്ലേ, കോൺട്രാക്ടർ തങ്കച്ചായനോട് പറഞ്ഞാണ്, എൻ്റെ ഒരു ഏക മോള്, അവൾക്ക് 12 വയസ്സായപ്പോൾ അവൾ പറഞ്ഞു, എടി ആ ഇരുത്തിലെ അതൊന്ന് കഴുകി വരാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി മദാമ നടക്കുന്ന പോലെ ഹൈ ഹീൽഡ് ചെരുപ്പ് വിട്ടുകൊണ്ട് ഇങ്ങനെ കാലെ പൊക്കി പൊക്കി നിന്ന് അറപ്പോട് കൂടി ഇങ്ങനെ ഏതാണ്ട് കാണിച്ചപ്പം പുള്ളിക്കാരൻ നേരെ ചെന്ന് ആ ചാണകവും വെള്ളം കിടക്കുന്ന വലിയ കുഴിയുണ്ട്. ഈ പുള്ളിക്കാരത്തി 3 പ്രാവശ്യം ചാണാക്കുടിക്കകത്തുള്ള മുക്കി കേട്ടോ. ചാണാക്കുടിക്ക് മുക്കി 3 പ്രാവശ്യം സ്നാനപ്പെടുത്തി. പിന്നീടാണ് ശരിയായ സ്നാനം എടുത്തത്. അതോടുകൂടെ അറപ്പ് പോയല്ലോ, പിന്നെ ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പിള്ളേരെ വളർത്തണം കേട്ടോ. പിള്ളേരെ കൊണ്ടുവന്ന് മേക്കപ്പും ചെയ്ത് വലിയ ഡ്രസ്സും കഴിഞ്ഞിങ്ങനെ ആറുമ്പോൾ അവർ നാളെ പിഴച്ചു പോകും. നിങ്ങളുടെ സന്തതികളെ പഠിപ്പിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം. അവിടെ ജോലി ചെയ്ത് ശീലിപ്പിക്കുക, വീട്ടിലെ ജോലി ചെയ്ത് പഠിപ്പിക്കുക. ഇതൊന്നും ഒറ്റയുള്ളതുകൊണ്ട് ഇല്ലാത്ത കൊഞ്ചലും എല്ലാം കാണിച്ച് അനാവശ്യമായിട്ട് അവരെ വളർത്തും. നിങ്ങൾ ഈ ഫെയ്ത്തോലൊന്ന് പിള്ളേരെയൊക്കെ നോക്കി, മുത്തുവിൻ്റെ പിള്ളേരെ കണ്ട് ഇവൻ ആരോനെ, അതുപോലെ തന്നെ ഫ്രെഡി, ഈ പിള്ളേരൊക്കെ എത്ര നല്ല ഉത്സാഹമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അവരെ ശീലിപ്പിക്കണം. ഇവിടുത്തെ പിള്ളേർക്ക് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് ഫെയ്ത്തോവിന് ചെയ്യുന്നു. അങ്ങനെ പിള്ളേരെ പണിയെടുപ്പിക്കണം. അവരെ മേക്കപ്പിട്ട് വളർത്തരുത്, നാളെ പിഴച്ചു പോകും കേട്ടോ. ഇല്ലാത്ത തോന്നിവാസിലേക്ക് പോകും. അതുകൊണ്ട് അദ്ദേഹം ചെയ്താൽ ശരി. ചാണാക്കുടി മുക്കിയപ്പോൾ അറപ്പങ്ങ് പോയി. തങ്കച്ചാനോട് പറഞ്ഞതാണ്. ഞാൻ ഒരു കുഴപ്പമില്ല, ഇപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ബേസ് അതായിരിക്കണം. ഇവിടെ ചുമ്മാ ഈ സായിപ്പിൻ്റെയും മദാമ്മയുടെയും പാൻ കൂട്ട് വിട്ട് ടൈയും കെട്ടി ഷോക്സ് വിട്ട് ഇവനെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നാളെ എവിടെ പോയി അധ്വാനിക്കാനാണ്? സർക്കാർ കുറേ മാർക്കും കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് പിള്ളേർ പഠിച്ചു പോകാൻ സൂക്ഷിച്ചോണം, വീട്ടിൽ ജോലി ചെയ്ത് അഭ്യസിപ്പിച്ചോണം. സ്തോത്രം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ്, ഈ 1000 വർഷം കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ സ്റ്റൈൽ വർദ്ധിപ്പിക്കാനല്ല. പ്രസംഗത്തിൻ്റെ സ്റ്റൈൽ വർദ്ധിപ്പിക്കുക, ഇടയ്ക്ക് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ സ്റ്റാൻഡേർഡിലേക്ക് പോയാൽ പ്രസംഗം ഇത് സ്റ്റാൻഡേർഡല്ല. നമുക്ക് ആവശ്യം
നമുക്ക് നമ്മൾ ജനങ്ങളിൽ നന്നായി വരണം. അതിനുവേണ്ടി നമ്മൾ പ്രസംഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറയ്ക്കുന്നത്. പിന്നെ സമയം പോകും. അപ്പോൾ സമയം പോകുമ്പോൾ ഈ പറഞ്ഞാൽ ഒന്നിച്ച് കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നൊരു കുഴപ്പമില്ല. പലരും പറഞ്ഞോളൂ ഞങ്ങൾ കേട്ടോളാം, അച്ഛനങ്ങ് പ്രസംഗിച്ച് താ, ഞങ്ങൾ കേട്ടോളാം. ഞാൻ വെച്ചാൽ എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തിടും. ഒരു ദിവസം 2 ദിവസം 3 മാസമായിട്ട് കേൾക്കും, അടുത്ത ആഴ്ച വേറെ വരും, അങ്ങനെ കേട്ടോണം. കാരണം ഇതുകൂടെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സന്ധികളെങ്ങനെ ഗുണപ്പെടുന്നത്? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മേക്കപ്പ് പിടിച്ച് പഠിപ്പിക്കരുത്, അവരെ ചായം തേച്ച പിള്ളേരായി മാറും. ചായം തേപ്പിക്കരുത്, അവരുടെ മുഖത്ത് ചായം തേക്കരുത്. പണ്ട് ബ്രിട്ടാസിനോട് അലക്സാണ്ടർ സാർ പറഞ്ഞ പോലെ ഇതാ ബ്രിട്ടാസ് സകല പുള്ളികളെയും ഇതിലെ ചാനൽ ചർച്ചയിൽ അടിച്ച് വളർത്തുന്ന കമഴ്ത്തി അടിക്കുന്ന പാർട്ടിയാണ്. അത് അലക്സാണ്ടർ സാറിന് മനസ്സിലായ ഉടനെ പുള്ളി ഡിക്ഷണറിയെല്ലാം തപ്പിക്കൊണ്ട് ജോൺ ബ്രിട്ടാസിനോട് തുടക്കത്തിലേ പറഞ്ഞു, ബ്രിട്ടാസ് എന്ന പദത്തിൻ്റെ അർത്ഥം ചായം തേച്ചവനാണെന്നാണ് പറഞ്ഞത്, മേക്കപ്പ് ഇട്ടവൻ. അതോടെ ബ്രിട്ടാസിൻ്റെ കാറ്റ് കുറേ അങ്ങ് പോയി. പിന്നെ മര്യാദയ്ക്കിരുന്ന് ചാനൽ ചർച്ച നടത്തിയാണ് ഞാൻ കണ്ടു. അത് ഇന്ന് ചാനൽ ചർച്ച വരുന്നവനെല്ലാം അവൻ്റെ ഷോ കാണിക്കാനല്ല, കാര്യം ഗ്രഹിപ്പിക്കുകയല്ലേ. ഒരുത്തിനോട് ചോദ്യം ചോദിച്ചാൽ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കയറി അങ്ങ് അറ്റാക്ക് ചെയ്തേക്കുക. ഇവനെയൊക്കെ ചാനലിൽ ആങ്കറായിട്ട് വെച്ചിരിക്കുന്നത് ചില പെണ്ണുങ്ങളുമുണ്ട്. ഒരു കാര്യം ഡിസ്കസ് ചെയ്താൽ അവൻ അവസരം കൊടുക്കുക. അവൻ അനാവശ്യമായിട്ട് സംസാരിച്ചാൽ ഓഫ് ചെയ്യും. ഇത് അവനും സംസാരിക്കും ഇവനും സംസാരിക്കും. എന്തോ ഒരു വൃത്തികേടായി കാണിക്കുന്നത്. കാരണം ഇവർക്ക് റേറ്റ് കിട്ടണം. ഈ മനുഷ്യരല്ല ഈ ആവശ്യമില്ലാത്ത വികാരങ്ങളെ ഇളക്കിക്കൊണ്ടുള്ള ഒരു ലോകമായി മാറുകയാണ്. ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ എത്രയോ പേരോട് ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ട്, എത്ര ബന്ധുക്കോസിലെ മെയിൻ പാസ്റ്റർമാരോട് ചർച്ച ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ചാനലിലല്ല. ഞാനൊരു കാര്യം പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഞാൻ പറയുമ്പോൾ കയറി പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുക്കാൻ വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധമൊന്നുമില്ല. അവിടെ ഇവിടെ കിടന്ന് തർക്കിക്കാനൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. നാളെ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ കയറി ഫയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാര്യം നടക്കും. നിങ്ങൾ സംസാരിച്ച് തീരെ എത്ര സമയം വേണം? 5 മിനിറ്റ് ആദ്യം നിങ്ങൾ സംസാരിക്കുക ഒരു വിഷയത്തെപ്പറ്റി, അടുത്ത് ഞാൻ 5 മിനിറ്റ് സംസാരിക്കുക. ഇടയിൽ കാണികൾ മണ്ടന്മാരല്ലല്ലോ. നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അവർ ബോധവാന്മാരായിട്ട് എടുക്കട്ടെ, ശരിയോ തെറ്റെന്ന് മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ അജണ്ട, ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ട, ഞങ്ങളുടെ മതത്തിൻ്റെ അജണ്ട അടിച്ചേൽപ്പിക്കാനായിട്ടാണ് ഈ മതനേതാക്കന്മാരും ഈ പാർട്ടിക്കാരും ഇവന്മാരെല്ലാം ചെയ്യുന്നത്. അവിടെ പിള്ളേരെല്ലാം സ്ഥലം വിടുന്നത്. യുവന്മാരുടെ ഈ കൊള്ളരാളികളും അടുത്തിട്ടാണ് കേരളത്തിൽ നിന്ന് പിള്ളേർ രക്ഷപ്പെടുന്നത്. അവർ ബോധമുള്ളവരാണ്. ഇവൻ്റെയൊക്കെ കൂടെ കിടന്നാൽ നശിച്ചു പോകുന്ന അറിയാവുന്നതുകൊണ്ടാണ് യുവന്മാർ ഇവിടെ സ്ഥലം വിടുന്നത്. അവിടെ പിള്ളേരെ കുറ്റം പറയാനൊക്കത്തില്ല. കണ്ടിട്ടില്ലേ ചാനൽ ചർച്ചകളിൽ, ഡിബേറ്റുകൾ? അതുതന്നെ വീടുകളിലും ഒരു കാര്യം പറഞ്ഞാൽ തലയ്ക്കകത്തോട്ട് കയറത്തില്ല, അതിനു മുമ്പ് കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അത് ഈ പിശാചിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ സംസാരിച്ചാൽ ഷെയറിങ്ങിന് ഇടം കൊടുക്കണം. മക്കൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. കേട്ട ഉടനെ കയറി അറ്റാക്ക് ചെയ്യരുത്. കേട്ട് മനസ്സിലാക്കി അതിൻ്റെ സമയം വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. തിരിച്ചും അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ വീടുകൾ കൊടുത്തു നോക്കി. ഇപ്പം എൻ്റെ വീട്ടിലെനിക്കുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാർട്ടിയുണ്ട്. അച്ചായനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്തു പറയും, ഒരു ബാക്കിൽ നിന്ന് നല്ല പ്രവർത്തനം ചെയ്തവരായിരുന്നു. ചേട്ടൻ കേരള കോൺഗ്രസ്സിനാണ്, വല്യപ്പൻ കോൺഗ്രസ്സാണ്. ഇതിനിടയ്ക്ക് പല വിഭാഗങ്ങളുമുണ്ട്. എല്ലാവരും വീട്ടിൽ വന്ന് പലപ്പോഴും വരുമ്പോൾ ചർച്ചകൾ നടക്കും. ഞങ്ങൾക്കും പങ്കെടുക്കാം. അതുകൊണ്ട് എന്ത് പറ്റി, ആ വീടുകളിൽ ഇന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം വന്നാൽ ഉടനെ പരിഹരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ആ പിള്ളേർ വഴക്കില്ല, ബഹളമില്ല. അപ്പനെയും അമ്മയും അവസാനം വരെയും ബഹുമാനത്തോടെ കണ്ടു. മരിക്കുന്നതോടും വരെ, മരിച്ചു കഴിഞ്ഞിട്ടും അവരുള്ള സ്നേഹം മാറില്ല. കാരണം ആ സ്വാതന്ത്ര്യത്തിൽ പിള്ളേരെ വളർത്തണം, അടിച്ചമർത്തിയല്ല. പെന്തിക്കോസ് കോളേജിൽ നമ്മുടെ പാഷന്മാരും ചിലരുണ്ട്, വലിയ തീവ്രവാദികളെ പോലാണ്. ഞങ്ങൾ പറഞ്ഞു കേട്ടോണം, മീശ എടുക്കടാ മോനെ, മീശ വയ്ക്കാതിരിക്കുന്നത് നല്ലതാണ്. അവനെടുക്കുന്ന ഇടയിൽ വെച്ചോണ്ട് നടക്കണ്ട കേട്ടോ. ഇങ്ങനെ വേണ്ടാത്ത അപ്രമാദം കാണിക്കുന്ന ആത്മാവ് വലിയ അപകടമാണ്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. മുടിയനായ പുത്രൻ അങ്ങനല്ലേ, അവനോട് വീതം വേണം. ഇന്നത്തെ കാലത്ത് അപകടമാണ്. ഇല്ല, തന്നേ ഒക്കത്തുള്ളൂ. ഞാൻ എറണാകുളത്ത് പോയി കച്ചവടം നടത്താൻ പോവാം. ചേട്ടനെ പോലെ കലപ്പയും ചെന്നുകൊണ്ട് കൃഷിനാശം, വെള്ളപ്പൊക്കം, ഇതൊന്നും എന്നെക്കൊണ്ട് ഞാൻ പഠിച്ചവനാണ്. പോയി ചെന്ന് പെട്ടതാരാ? പാൻറ്റും കോട്ടും സൂട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കള്ളന്മാരിലാണ്. പണ്ടത്തെ കള്ളന്മാരെ കണ്ടാലറിയാം. എങ്ങനെ അറിയാം? കൊമ്പം മീശയുണ്ട് ഇല്ലയോ, കായക്കുളം കൊച്ചുണ്ണി, വെള്ളാണി പരമെന്നൊക്കെ ഞങ്ങളുടെ കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ കൊമ്പം മീശം വെച്ചുകൊണ്ട് നടക്കും, തലയെക്കെട്ട് കാണും, കൈ കത്തി കാണും, ആളുകൾ ബെൽറ്റ് കാണും, കള്ളനെ കണ്ട ഓടാം. പക്ഷേ ഇന്നത്തെ കള്ളന്മാർ നല്ല ജെന്റിൽമാനെ പോലെ സൂട്ടും കോട്ടും ധരിച്ച് ടൈയും കെട്ടി ഇംഗ്ലീഷ് സംസാരിച്ച് വരുമ്പോൾ ഏതാണ്ട് മാന്യനാണ്. അവനെയൊക്കെ സൂക്ഷിച്ചോണം.
അതാണ് ഏറ്റവും വലിയ വഞ്ചന ഇന്നത്തെ. ഇതുപോലെ ആത്മീയ കോളത്തിലുണ്ട്, പാഷന്മാരുടെ വേഷത്തിലും യേശു പറഞ്ഞില്ലയോ, കുഞ്ഞാട് തോലണിഞ്ഞത്, ചെന്നായുടെ തോലണിഞ്ഞ കുഞ്ഞാടുകൾ, ആട്ടുകുട്ടികൾ. ഇതിനെ ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം. അപ്പോൾ അറിവുള്ള ഉണ്ടാക്കാൻ മനുഷ്യൻ വിടത്തില്ല. അതിനാണ് ഈ അഹങ്കാരവും അഹമ്മതിയും അപ്രമാദത്വവും. അതുകൊണ്ട് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കണം. സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം, ശരിയോ തെറ്റൊന്ന് അതറിയാവുന്നൊരു വിധിക്കട്ടെ, അല്ലെങ്കിൽ അനുഭവങ്ങൾ വിധിച്ചു തരും. അതുകൊണ്ട് ഞാനീ പറഞ്ഞു, ഈ ചർച്ചകളൊക്കെ നടത്തുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. അങ്ങനെ ചർച്ചകളിൽ ആളുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞേക്കട്ടെ, ഞാൻ സംസാരിക്കേണ്ടത് സംസാരിക്കും 10 മിനിറ്റ്, നിങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചു. പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതേ മെത്തേഡിൽ സംസാരിക്കും. വിധികർത്താവ് നിശ്ചയിക്കട്ടെ. പിന്നെ ഇതിനാളെ പിടിച്ചിരിക്കുന്നത് നിൻ്റെ തോന്നിവാസം കാണിക്കാനാണെങ്കിൽ ആ വിധികർത്താവിൻ്റെ ആവശ്യമുണ്ട്. അയാളെ വിധി നിർണ്ണയിക്കണ്ടേ. ചോദിക്കുന്നതിനും പറയുന്നതിനും സംസാരിക്കാം. അവസാനം വിധികർത്താവ് അവൻ മുണ്ണയൊന്നും അല്ലല്ലോ, അറിവുള്ളവനല്ലേ, അവൻ വിധിക്കട്ടെ. ഇവിടെ കിടന്ന് ഈ ഷോയാണ് ഇന്നത്തെ ചാനലുകളിലെല്ലാം കാണുന്നത്. ഇതാണ് ഇപ്പോൾ മറ്റൊരു ശാപം. സത്യം പറയത്തില്ല. ഓരോന്നിൻ്റെ കൂടെ കാശിൽ കിട്ടുന്നതിൻ്റെ കൂടെ പിന്നെ പാർട്ടിയുടെ കൂടെ നല്ല ശതമാനം ചാനലുകളും ഇങ്ങനെ പോയിക്കും. അതുകൊണ്ട് ഈ ചാനൽ കയറി കണ്ടു കഴിഞ്ഞാൽ നാശം ഉണ്ടാകും. നല്ല വാർത്തകൾ മാത്രം കാണുക, ബാക്കി വിട്ടേക്കുക. അതുപോലെ പല കാര്യങ്ങളും ഇന്ന് AI സംവിധാനങ്ങളാണ്. നിങ്ങൾ കാണുന്ന പല കുണ്ടാമണ്ടികളും അപകടങ്ങളാണ്. മനസ്സിലാവുന്നു? ഒരു പയ്യൻ കാലൊടിഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ, അവനെ വീഡിയോ കൂടെ സ്പൈഡർമാൻ കണ്ടു. സ്പൈഡർമാൻ ഭിത്തിയെ കയറി ചാടുന്നു. ഇത് കണ്ട ഇവനും കയറി ചാടി കാലൊടിഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല, പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ്. ഇതുപോലുള്ള മരമണ്ടക്കന്മാരുടെ കാലങ്ങളാണിത്. ഇന്ന് AI റോബോട്ടിനെ ഇറക്കിയിരിക്കുക. എന്തെല്ലാം പരിപാടികളാണെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുന്നത് സത്യമല്ല, വളരെ സൂക്ഷിച്ചു വേണം. ഇത് മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം. അവരും കണ്ട് സന്തോഷിക്കുക. കണ്ടുവിടാ മക്കളെ, നോക്കിയാടെ എന്നാ രസം. ദൈവത്തിന് സ്തോത്രം. 1-2 അല്ലേ ഉള്ളൂ. ചൊവ്വയെ വളർത്താൻ അറിയത്തില്ലെങ്കിൽ വേറെ പണി പോയി നോക്കുക, അല്ല ഇതിന് പോകരുത്. അധികം പേരൊന്നും ഇല്ലല്ലോ, 10-12 1-2 ഉള്ളൂ. അതിന് മര്യാദയ്ക്ക് വളർത്താൻ തന്നെ കഴിയും. നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഇത് വേറെ പണിയുണ്ടല്ലോ. എന്തോ കല്യാണം കഴിക്കാതെ തന്നെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ കോടതി വിധിച്ചിട്ടില്ലേ? അതിനെന്താ പറയുന്നത്? ഉറക്കെ പറയൂ. മനസ്സ് എന്താ പറയുന്നത്? നിങ്ങളെന്താ പറയുന്നതിന്? ലിവിങ് ടുഗദർ. അങ്ങനെ ലിവിങ് ടുഗദറായിട്ട് 20 വർഷം ജീവിച്ചു വന്ന് മൈത്രേയൻ അടിച്ച് കസർന്നില്ലല്ലോ. ഇന്ത്യയിലെ കോടതിയിൽ ഇങ്ങനെ 1-2 ഫയലും കൊണ്ട് ചെന്നു. ആണിനെ കല്യാണം കഴിക്കാൻ പെണ്ണ്. ഭാരത സംസ്കാരത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. സർക്കാർ ശമ്പളം തരുന്ന കോടതിയോട് സർക്കാർ മര്യാദയ്ക്ക് വിധിച്ചു വിട്ടാൽ പറഞ്ഞു. അങ്ങനെ അത് ക്യാൻസലാക്കി. അത്രയെങ്കിലും ഇവിടെ ചെയ്തു. ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം നടപ്പാക്കി. അപ്പോൾ ഇതുപോലുള്ള തെറ്റായ അനേക കാര്യങ്ങളാണ് നടന്നുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോകരുന്നായി പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഈ ആത്മീയമായി നമ്മൾ നോക്കുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. പഴയത് കഴിഞ്ഞു പോയി. ഒരു ക്രിസ്തുവിൽ ആയാൽ പഴയത് കഴിഞ്ഞു പോയി, പുതിയത്. അതാണ് പുതിയ സ്വർഗം എന്ന് പറയുന്നത്. മറ്റതുണ്ട്, നിത്യതയിലുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് അവിടെ ചിലപ്പോൾ കാണാം. ഏതായാലും ഉണ്ടെന്നുള്ള സത്യമാണ്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ഓരോ വ്യാഖ്യാനം നോക്കി. രാത്രി ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ അനുഭവത്തിൽ എത്തുന്നവർക്ക് രാത്രിയും പകലും ഇല്ല. അവരെന്നും ഒരുപോലെ ആയിരിക്കും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവമല്ല. ഒന്നിനെ പോലെ നിറം മാറുന്ന ജീവിയല്ലെന്നർത്ഥം. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരു വേലക്കാരനോ വിശ്വാസിയോ പുതിയ യെരൂശലേമിൻ്റെ സ്ഥാനത്ത് വന്നാൽ അവനെന്നും ഒന്ന് തന്നെ പറയും, ഒന്ന് തന്നെ ചെയ്യും. അവൻ ഇടയ്ക്കിടയ്ക്ക് മാറത്തില്ല. ഇവനെ കാണുമ്പോൾ ഈ കൂട്ടത്തിൽ, ഇവിടെ കാണുമ്പോൾ ഈ കൂട്ടത്തിൽ, അവരെ കാണുമ്പോൾ ആ കൂട്ടത്തിൽ പോകുന്നവരല്ല. അവർ സ്ഥിരതയുള്ളവരാണ്. നിൻ്റെ വാക്കുകൾ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ടാണ് രാത്രി അവിടെ ഇല്ല. പകൽക്കാലം ഗേറ്റ് അടയ്ക്കുന്നില്ല. അവിടെ ഓപ്പണാണ്, ആർക്കും വരാം, ഏത് മനുഷ്യർക്കും. എൻ്റെ ആരും സകല ജാതികൾക്കുള്ള ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കൂടെയാണ് ക്രിസ്തു പറഞ്ഞ ഐഹിയമല്ലാത്ത രാജ്യം. ഐഹിയമുള്ളത് നമുക്കറിയത്തില്ല, അത് അവിടെ ചെല്ലുമ്പം. ഏതായാലും ആത്മീയമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് പളം കൂട്ടാരൊന്നും വേണ്ട. അവന് സ്വർണ്ണത്തകടുള്ള കെട്ടിടവും വേണ്ട. എന്നാൽ അതൊന്നും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അതാണ് 21-ാം അധ്യായത്തിൽ വാസസ്ഥലങ്ങൾ. ഈ അനുഭവങ്ങൾ പ്രാപിച്ച വിശ്വാസികളുടെ ആത്മീയമായ നിലവരങ്ങളെക്കുറിച്ചുകൂടാണ് അത് പറയുന്നത്. ഞാനതേ പറയുന്നുള്ളൂ. ഐഹികമായത് കണ്ടിട്ട് പറയാം. കണ്ടിട്ടില്ലാത്ത കാര്യം നമുക്ക് തീർത്ത് പറയാൻ നോക്കുമോ? ഉണ്ടെന്നറിയാം. അതുകൊണ്ട് നിത്യതയിലെ പുതിയ യെരൂശലേം എത്രയാണ്, അതിൻ്റെ നീളം വീതി എന്തൊക്കെ പറയുന്നെങ്കിലും അതെങ്ങനെയാണെന്ന് അന്നറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ ആത്മീയ വശങ്ങളാണ്. 12 ഗോപുരം, 12 അപ്പോസ്തലന്മാരാൽ ഉപദേശങ്ങൾ പഠിച്ചു വരുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞാടിൻ്റെ വിളക്ക്. എൻ്റെ അർത്ഥം രാത്രിയില്ല, പകരം കുഞ്ഞാട വിളക്ക്. യേശു ക്രിസ്തുവാണ് നമ്മൾ സകലവും. ഞാനല്ല, ക്രിസ്തുവത്തെ എന്നിൽ ജീവിക്കുന്നത്. അതാണ് അതിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ ഇതാണ് ഈ നിത്യതയുടെ അനുഭവങ്ങൾ.
അതായത് മൂന്നാം ലോകമഹായുദ്ധം, ഹർമദോൻ യുദ്ധം, പിന്നെ ഗോഗ് യുദ്ധം, അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേം എന്ന ആക്ഷരികമായ വാസസ്ഥലം നിത്യതയിലുണ്ട്. അത് അവരവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രാപിക്കും. പക്ഷേ അതിനു മുമ്പായിട്ട് അതേ അനുഭവങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് പ്രാപിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ? ഒരു വാക്യമുണ്ടല്ലോ, യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നാം ഇപ്പോൾ ദൈവമക്കളെന്നറിയുന്നു, ഇനി നാം അവനോട് സദൃശ്യരാകുന്ന ദിവസത്തിന് മുൻപ് തന്നെ ഇവിടെ വെച്ച് ആ സ്വാദൃശ്യം പ്രാപിക്കുകയാണ്. വായിച്ചേ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇല്ല. അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ശ്രദ്ധിക്കുക, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഏതാണ്ട് വലിയ സംഭവങ്ങൾ നടന്നിട്ട് നമ്മളിൽ ഇങ്ങനെ വിഷയപ്രവർത്തനം നടത്തി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പോവുകയല്ല. ആ സ്റ്റാൻഡേർഡിൽ എത്തുന്നവരാണ് അവിടെ പോകുന്നത്. വായിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണണം. ആര് കാണണം? നമ്മിൽ പൂർണ്ണനായ ഒരു യേശു നമ്മിൽ പൂർണ്ണപ്പെട്ടു കഴിഞ്ഞു. ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിച്ചു. അതാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, മണവാട്ടി. അല്ലാതെ 60% വളർന്ന വിശ്വാസിയും വേലക്കാരനും പുതിയ സ്വർഗം, അവിടെ രാപകലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ സ്റ്റാൻഡേർഡ് ജീവിക്കുന്ന വേലക്കാർ വിശ്വാസം ഇട്ടിരുന്നാലും അവർക്ക് ചിലപ്പോൾ ഇരുട്ട് വരും, ചിലപ്പോൾ വെളിച്ചം വരും. ജൂലൈ 1-ാം തീയതി വെളിച്ചമായിരിക്കും, 2-ാം തീയതി ഇരുട്ടായിരിക്കും. ചിലപ്പോൾ ഇവിടെ പകലാണെങ്കിൽ അവിടെ ഇരുട്ടാണെന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്ന കാര്യം. അത് നിങ്ങൾ വിധിച്ചാൽ നിങ്ങളുടെ വരുന്ന വേലക്കാരന് അവസരോചിതമായി ഇങ്ങനെ സമയം മാറുന്നൊരു പാർട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് മാറുന്നവരാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിത്യത്തിലായിട്ടില്ല. പുതിയ സ്വർഗമോ പുതിയ ഭൂമിയോ പുതിയ ആകാശമോ തന്നെ അതിൻ്റെ ഇല വാടുന്നില്ല. ആ ജീവവൃക്ഷത്തിൻ്റെ ഇല വാട്ടമില്ല, അതെന്നും നനവുള്ള തോട്ടം. അപ്പം നിത്യതയുടെ അനുഭവങ്ങൾ നമ്മിൽ തന്നെയാണ് ഇത് പറയുന്നത്. എൻ്റെ രാജ്യം ഐക്യമല്ല. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ മധ്യേ രാജ്യം സ്ഥാപിച്ചു, ഇനിയൊരു രാജ്യം സ്ഥാപിക്കുകയല്ല, നിങ്ങളിൽ തന്നെ രാജ്യം സ്ഥാപിച്ചു. ഇനി വരാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ ഈ രാജ്യം എത്ര പേഴ്സൻറ്റ് നമ്മൾ കണക്ക് കൂട്ടണ്ടേ? നമ്മൾ മേലോട്ട് നോക്കി ഞങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ ഏത് സ്വർഗമാണ്? നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്വർഗം ഇവിടെ അല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെ ഇവിടെ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ ഏത് സ്വർഗമാണ്? അത് ലൂസിഫറിൻ്റെ സ്വർഗം. ഞാൻ സ്വർഗത്തിൽ കയറും. അഹങ്കാരം പറയുന്ന സ്വർഗം ലൂസിഫറിൻ്റെയാണ്. അതുകൊണ്ടാണ് ഈ അഹങ്കാരം പറയുന്ന വേലക്കാരും വിശ്വാസികളുടെയും ക്രിസ്തുവല്ല, ലൂസിഫറാണ്. അതുകൊണ്ടാണ് അഹങ്കാരം, അനുസരണമില്ല, തൻ്റെ ഇടം, മറ്റുള്ളവരുടെ തലയെ കയറണം, മേളിൽ കയറണം, നടത്തിപ്പിന് മേളിൽ കയറി പോകണം, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ മേളിൽ കയറി, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും. അത് ഈ ലൂസിഫറിൻ്റെ ആത്മാവാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വേലക്കാരും വിശ്വാസിയും വ്യാപിക്കുന്ന ആത്മാവ് ഏതാണ്? അത് ഡ്രസ്സിൻ്റെ കോഡിലല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പുതിയ ഭൂമി, പുതിയ ആകാശം, 30-60 ഇത് നമ്മളിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ, അല്ലേ? മർക്കോസ് 9 പലയിടത്ത് യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ വരുവോളം കാണുവോളം. അപ്പോൾ അവർ ചേരുന്ന സ്ഥലം എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആരെയും ആവശ്യം? നിങ്ങളൊരു സഹോദരനെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, നിങ്ങൾ ആദ്യം തന്നെ ആ സഹോദരനുമായിട്ട് എവിടെ പോകുന്നത്? നോക്കട്ടെ, നിങ്ങളുടെ അടുക്കള നോക്കട്ടെ, മറ്റോ അല്ലല്ലോ. അവൻ മണിയറയാണ്. അവളുടെ സ്നേഹം പങ്കിടുകയാണ്. ആ ജഡത്തിൻ്റെ ഉല്ലാസമല്ല, അവളുടെ ഹൃദയങ്ങളിങ്ങനെ വെമ്പുകയാണ് അടുത്തിരുന്ന് ഷെയർ ചെയ്യാൻ. അപ്പോൾ ആ മണവാളൻ്റെ വീടിൻ്റെ സ്റ്റൈലല്ല, പെയിൻറ്റിൻ്റെ അല്ല, അവിടെ ഇട്ടിരിക്കുന്ന ടൈൽസിൻ്റെ അല്ല, മാർബിളാണ്, ഇതൊന്നും മണവാട്ടിക്ക് വിഷയം. അതൊക്കെ വീട്ടുകാരാണ് നോക്കുന്നത്. ഏതാ? അതൊക്കെ വീട്ടുകാരാണ് നോക്കുന്നത്. മണവാട്ടിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, തൻ്റെ മണവാളൻ. ഇതായിരിക്കണം പെന്തിക്കോസ് വിശ്വാസികളുടെ വേലക്കാരുടെ ലക്ഷ്യം. അല്ലാത്തടത്ത് പോയാൽ അവിടെ മായം ചേർന്ന് ലൂസിഫറിൻ്റെ ആത്മാവിയാണ്. ഇനി നമുക്ക് അല്പസമയം മറ്റോരോന്ന് ചിന്തിക്കാം. ഒന്ന്, ഈ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ, ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. കാരണം യഹൂദനോട് നേരെയുള്ള എതിരാണ് ഈ യുദ്ധത്തിൻ്റെ ഉദ്ദേശം. ആ യുദ്ധത്തിന് പങ്കെടുക്കുന്ന രാജ്യങ്ങളെല്ലാം നമുക്കറിയാം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിലും 39-ാം അധ്യായത്തിലും അവിടെ 3-4 രാജ്യങ്ങൾ പറയുന്നുണ്ട്. വായിച്ചേ. അവിടെ പാർസികൾ 38-ൻ്റെ എത്രയാണ്? അല്ലെങ്കിൽ 1-ാം വാക്യം മുതൽ വായിച്ചേ. യഹോവയുടെ ആത്മാവ് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, ധൂബൽ എന്നിവരുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, ധൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ്. ഇവരെല്ലാം ഒരു സഖ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു ഗ്രൂപ്പിനെ കണ്ടില്ലേ, ഏലാമ്യർ.
സേമിൻ്റെ സന്തതികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഇതിൽ മതി. ഇനിയിപ്പം യാഫേത്തിൽ ജനിക്കുന്നതായ കുറേ സന്തതികളെക്കുറിച്ചായി പറയുന്നത്. വായിച്ച് എവിടെ? ഉൽപ്പത്തി പുസ്തകം 10:2. ഉൽപ്പത്തി 10-ാം അധ്യായം 2-ാം വാക്യം വായിച്ച്. അവിടെ യാഫേത്തിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞ് വായിര്. 10:2 യാഫേത്തിന്റെ പുത്രന്മാർ വാക്യം പറ. 10:2. 10:2 വായിക്കാം. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്. ഗോമേർ. നമ്മുടെ ഈ രാജ്യങ്ങളെ ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി കുറേ റിസർച്ച് നോക്കിയതാണ്. അപ്പോൾ ഈ ഗോമർ എന്ന് പറയുന്നത് 2 രാജ്യങ്ങളെ വിഭാവന ചെയ്യുന്നുണ്ട്. ഒന്ന്, ടർക്കിയിൽ ഒരു ഗ്രൂപ്പ് അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ടർക്കിയുടെ ഒരു പേരിൽ പര്യായപദം വരുമ്പോൾ ഈ ഗോമർ എന്ന് പറയാറുണ്ട്. മറ്റൊന്ന്, അവിടെ നിന്ന് കുടിയേറി ജർമ്മനിയിൽ താമസിച്ച ജനങ്ങൾ ജർമ്മനിയിലും ആ സന്തതികളുണ്ടെന്നാണ് പറയുന്നത്. യൂറോപ്യൻ രാജ്യം നിന്ന് നമുക്കറിയാം, നേരത്തെ അവിടെ ഇതെല്ലാം ഇങ്ങനെ പറയുന്ന സന്തതികളല്ലേ. അപ്പം ഈ ടർക്കി, ജർമ്മൻ, ഇതാണ് ഗോമറിൻ്റെ സന്തതികളിൽ വരുന്ന പരമ്പര എന്നുള്ളത് ചില ഇതിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ആ ഗോത്രം ഒരിടത്ത് മാത്രമല്ലല്ലോ. ഇപ്പം നിങ്ങൾ ഹൈ റേഞ്ച് താമസിക്കുന്നവരൊക്കെ ഇവിടെ കിടന്നു വരാം. കോഴഞ്ചേരിയിലും പിന്നെ തിരുവല്ലായിലും മറ്റ് പല സ്ഥലം കിടന്നവർ ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നു. ചിലർ മുണ്ടക്കൈ താമസിക്കുന്നു. ഇങ്ങനെ കയറി വരുന്ന പോലെ ആ കാലത്തിലും ഈ ഗോത്രങ്ങളെല്ലാം മിംഗ്ലിംഗ് ആയിട്ട് എല്ലായിടത്തും താമസിച്ചിട്ടുണ്ട്. എന്നാലും ആധിപത്യം പ്രാപിച്ചവരെല്ലാം, ഇപ്പം ബെന്നിയുടെ കുടുംബം കയ്യാലത്തൊക്കെക്കാർ ഇല്ലയോ, ഒരുപാട് കുടുംബം ഇല്ല ഇവിടെ. വന്നപ്പോൾ ആരാ? 1-2 അപ്പന്മാരും അമ്മമാരും വന്നാ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഒറ്റ ഗോത്രമല്ല, ഇങ്ങനെ മിംഗ്ലിംഗ് ആയിട്ടെല്ലാം കിടക്കുകയാണ്. ഒരു കുടുംബത്തിൽ 10 പേരൊക്കെ ഇല്ലേ? 10 സന്തതികളിൽ പിന്നെ 10 കുടുംബമാണ്. ആ 10 കുടുംബം അടുത്ത് 100 കുടുംബമായിട്ട് മാറുകയാണ്. ഇങ്ങനെയാണ് ഗോത്രമായിട്ട് പെരുകി വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കണക്ക് ആർക്കും പറയാൻ കഴിയില്ല. എങ്കിലും ഈ ഗോമർ എന്ന് പറയുന്നത് ജർമ്മനിയും ടർക്കിയും അതിനകത്ത് ഉൾപ്പെടുമെന്നാണ് പല സായിപ്പന്മാരുടെ ശരിയായ നിഗമനത്തിൽ ഞാൻ വായിച്ചെടുത്തത്. അടുത്ത് വായിക്കാം. ഗോമർ, പിന്നെ മാഗോഗ്, മദായി, മാഗോഗ്. ഇത് ഈ പറയുന്ന പോലെ ഇവരെല്ലാം ആദ്യം ഒന്നിച്ച് താമസിച്ച ടർക്കി ഭാഗങ്ങളിൽ, നമ്മുടെ ഗലാത്യ സഭ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ, ഇവിടെയൊക്കെ ഒന്നിച്ച് താമസിച്ച് ഗ്രീസുകാർ, ഇതിനകത്ത് ഗ്രീസുകാരും പെടുന്നുണ്ട്. ഗ്രീസുകാർ, ഏതൻസ് ഗ്രീസ് എന്നൊക്കെ പറയുന്ന പാർട്ടികളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ഇപ്പം ചരിത്രം നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ വന്ന് എവിടം വരെ പോയി? വടക്കോട്ട് യാത്ര ചെയ്ത് സിറിയയിൽ കയറി. അപ്പോൾ സിറിയയിലാണ് ആരാമ്യരുണ്ട്. ആബ്രഹാമിൻ്റെ വംശങ്ങൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പൂർവികർ പേർക്ക് താമസിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ അവർ പിന്നെയും യാത്ര ചെയ്തുകൊണ്ടിരുന്നു ഇവരെല്ലാം. അങ്ങനെ സിറിയ, ഇറാഖ്, ഈ പറഞ്ഞ ടർക്കി, സിറിയ, അതിനുശേഷം ഇറാഖ്, ഇറാൻ, ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം യാത്ര ചെയ്തു. ഇങ്ങേപ്പുറത്ത് വരുമ്പോൾ ഇവർ റഷ്യയിലേക്കും കയറി. യുക്രൈൻ, ഖാലിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സോവിയറ്റിൻ്റെ പഴയ, അങ്ങനെ റഷ്യയിലേക്കും പോയി. ഏദോമ്യരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഏശാവിൻ്റെ സന്തതികളും ഒരു നല്ല ഭൂരിപക്ഷം ഏദോമിൽ എന്ന് പറയുന്നത് റഷ്യയിലും വരുന്നുണ്ട്. പക്ഷെ മറ്റൊരു യഥാർത്ഥ ഏദാമ്യർ എന്ന് പറയുന്ന ഒരു നല്ല ശതമാനം യോർദാനാണ്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വായിക്കാം. യാവാൻ, തൂബൽ, മേശക്. തൂബൽ എന്ന് പറഞ്ഞാൽ സൈബീരിയയിലുള്ള ഈ ഗോത്രം പോയി താമസിച്ച സ്ഥലത്താണ് സൈബീരിയൻസ്. ഭയങ്കര തണുപ്പുള്ള സ്ഥലം. തൂബല്ലോ സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഉണ്ട്. മേശക്, മോസ്കോ. അങ്ങനെയാണ് മേശക്കിൻ്റെ പേരിലാണ്. മേശക് എന്ന് പറഞ്ഞത് എബ്രായ ഭാഷയാണ്. മോസ്കോ ഇംഗ്ലീഷ്. നമ്മുടെ ചിങ്ങവനത്തിനടുത്തൊരു മോസ്കോ ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷേ അവിടെ കുടിയേറിയതുകൊണ്ടല്ല, പാർട്ടിയുള്ള സ്നേഹത്തിൽ മോസ്കോ കവല എന്ന് പേരിട്ടു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും സമ്മേളനം നടന്ന സ്ഥലം, അതിന് മോസ്കോ എന്നിട്ടിരുന്നു. അടുത്ത് വായിക്കാം. മേശക്, തിരാസ്. അപ്പോൾ ഈ ഒരു സന്തതികൾ ഇങ്ങനെ ടർക്കി, സിറിയയിൽ കൂടെ കിടന്ന് ഒരു ഭാഗം ഈ ഇറാഖ് വഴി വന്നിങ്ങനെ താമസിച്ചവരുണ്ട്. മറുഭാഗത്തിൽ റഷ്യയിലേക്ക് പോയവരുണ്ട്. അപ്പോൾ ഇവരാണ് ഈ ഗോഗ് മാഗോഗ് സംഘം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോഴും ഈ രാജ്യങ്ങളെല്ലാം പെട്ടെന്ന് ഇവരുടെ അലയൻസായി, മറ്റേനെ പിടിച്ചെടുത്തു. ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ്. അപ്പം ഗോഗ് മാഗോഗ്. അടുത്ത് വായിക്കാം. ഈ 38 വായിക്കും. ഞാൻ നിന്നെ വഴി തെറ്റിച്ച്. ഗോഗ് മാഗോഗ് പാർസികൾ അവരോട് കൂടെ വൈര്. ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും. നോക്കണം, നിന്നെയും നിന്റെ സകല സൈന്യത്തെ. ഇപ്പോൾ ഇറാൻ യുദ്ധം നിർത്തിയ പോലെ തോന്നി, നിർത്തിയതല്ല കേട്ടോ. വെള്ളം കുടിക്കാൻ പോയ സമയം ഇപ്പം ഏതാ
കുറേ നേരം കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? രണ്ടു കൂട്ടരും വന്നാൽ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയും, അല്ലയോ? ഇപ്പോൾ ബ്രേക്കിംഗ് ടൈം കൊടുത്തിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ വോളിബോൾ ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു. വോളിബോൾ കഴിച്ച് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് റഫറി കൈ ഇങ്ങനെ കാണിക്കും, ഉടനെ വിസിലടിക്കും. അപ്പോഴാണ് ക്ഷീണം തീർക്കുന്നത്. ഇത് ക്ഷീണം തീർക്കുന്ന സമയം, യുദ്ധം തീർന്നിട്ടില്ല. യുദ്ധം എപ്പോൾ തീരുന്നുള്ളൂ ഞാൻ പറയാം. അപ്പോൾ യുദ്ധം തീർന്നതല്ല, തൽക്കാലത്ത് ക്ഷീണം തീർക്കണം. വെടിക്കോപ്പുകളൊക്കെ തീർന്നു ഇസ്രായേലിൻ്റെ. അവന്മാർ ഇനി അതെല്ലാം കുറേ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ട്രംപിനെ കൊണ്ടൊരു കളി കളിപ്പിച്ചതാണ് ഇസ്രായേൽ. അവിടെ നമ്മുടെ പോരാട്ടങ്ങൾ ജഡരക്തത്തോട് അല്ല. നമുക്ക് ഇസ്രായേലും വലിയ കാര്യമൊന്നുമില്ല. ഇനി ഇസ്രായേൽ എന്തോ മികച്ചൊന്നും എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അവന്മാരെല്ലാം ഏറ്റവും അടിവാങ്ങി, ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിവാങ്ങിച്ചതാണ്. ഇനി ഇസ്രായേലിലെ മതപുരോഹിതന്മാരെ പറഞ്ഞാൽ, നമ്മുടെ പാസ്റ്റർ ഡോൺ ഇസ്രായേലിൽ പോയി വേല ചെയ്യുന്ന സമയത്തിൽ ഫിഷർ എന്ന് പറയുന്നൊരു ഇസ്രായേലിന് അവിടെ വന്ന് വേല ആരംഭിച്ചു. അപ്പോൾ ഒരു ഇസ്രായേൽ പുരോഹിതൻ ഒരു റബിയോട് പാസ്റ്റർ ഡോൺ പരിചയപ്പെട്ടപ്പോൾ അയാൾ കാർക്കിച്ച് തുപ്പി. അവരങ്ങനെ പറയുന്നത്. അന്യമതക്കാർ അവരെ കാണുന്ന അങ്ങനെയാണ്. ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട്. പാസ്റ്റർ ഡോണിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. പാസ്റ്റർ ഡോൺ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ നബിക്ക് കുറ്റബോധം ഉണ്ടായി. അപ്പം റബി ചോദിച്ചു, ഞാനിത് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു ഭാഗത്ത് നിങ്ങളെന്നെ സ്നേഹിക്കുന്ന ചിരിയാണല്ലോ എന്ന് പറഞ്ഞു. അതെൻ്റെ മാർഗം അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. എൻ്റെ മാർഗം അങ്ങനെയാണ്, ശത്രുക്കളെ സ്നേഹിക്കും. ഉടനെ ഈ റബി സോറി പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ മതം ഇതാ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റു ചില മതമില്ലയോ? ഇത് മതത്തിൻ്റെ കുഴപ്പം. അതുകൊണ്ട് മതം ഒഴിഞ്ഞു പോകണമെന്ന് അറിവുള്ളവൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മതം വേണ്ട. യഹൂദ മതത്തെ ഇല്ല, അല്ലെങ്കിൽ മാറ്റി കളയുന്ന യേശുക്രിസ്തു അല്ലേ വന്ന്. അപ്പം മതം മനുഷ്യന് ആവശ്യമില്ല. രാഷ്ട്രീയം മനുഷ്യന് ആവശ്യം. മനുഷ്യൻ സ്വതന്ത്രനാണ്. അവൻ ജീവിക്കുക, ജോലി ചെയ്യുക, ജീവിക്കുക. ഒരു രാഷ്ട്രീയത്തിൽ പോയി പെടേണ്ട ആവശ്യമില്ല, ഒരു മതത്തിൽ. പറ്റിക്കഴിഞ്ഞാൽ അടിമയാണ്. പിന്നെ അവർ പറയുന്നത് കേൾക്കണ്ടേ? അതുകൊണ്ടാണ് TPM ഒരു മതമാക്കരുത് ഞങ്ങൾ ചില ഭാഷമാരോട് പറയുന്നത്. TPM മാർഗമാണ്. അത് നിങ്ങളുടെ കസേരയിൽ ഇരുന്നു കൊണ്ട്, വലിയ ഭാഷന്മാരല്ല കേട്ടോ, താഴെയുള്ള പുള്ളികൾ, നിങ്ങൾ മതമാക്കാൻ പോയാൽ നിങ്ങളും നശിക്കും, മാർഗവും നശിക്കുമെന്ന് ഞങ്ങൾ ചില സെൻട്രൽ ഭാഷന്മാരോടൊക്കെ പറയുന്നതിന് കാരണം അതാണ്. അല്ല, ചുമ്മാ പറയുന്നതല്ല. മതം ദൈവത്തിനില്ല, മാർഗമേ ഉള്ളൂ. പൗലോസ് പറയുന്നത്, നിങ്ങൾ മതഭേദം പറയുന്നു, ഞങ്ങൾ മാർഗം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി. മാർഗം എന്താ? പിന്നെ ആരാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആരാ? യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാ? വചനം. വചനത്തിൽ എന്തുകൊണ്ട്? ജീവൻ, വെളിച്ചമുണ്ട്. അല്ല, യേശുക്രിസ്തു എന്ന് പറഞ്ഞ വിഗ്രഹമല്ല. ഇത് പഠിപ്പീരേ. അല്ല, നിങ്ങളുടെ സഭയെ പൊക്കിക്കൊണ്ട് പോകാതെ, ഒരു സഭയും തങ്ങളെ പൊക്കിക്കൊണ്ട് പോകാതെ. സഭ അങ്ങനെ മതമൊന്നും ഇല്ല. മനുഷ്യന് മതം വേണ്ട. അവനിലേക്ക് യേശുക്രിസ്തു മാത്രം മതി. യേശുക്രിസ്തു വരുമ്പോൾ എല്ലാവരും തുല്യരായിത്തീരും. അപ്പോൾ ഇപ്പോഴും ആ മേധാവിത്വം, ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഭരിക്കണം, മറ്റുള്ളവർ വെച്ച് ഞങ്ങളെ അടിമയായിരിക്കണം. മനസ്സിലാവുന്നു? അങ്ങനെ തോന്നും. ഏറ്റവും താഴ്ന്നവനായാലും കസേര കയറിയിരിക്കും, മറ്റൊരു തമ്മിൽ താഴെ ഇരിക്കാനായി അവൻ ആഗ്രഹിക്കത്തുള്ളൂ. അവിടെ ഇരിക്കാൻ പറയും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. നമ്മളുടെ തന്നെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഒരാളാണ്. അസിസ്റ്റൻ്റ് ഭാഷ ആയതേ ഉള്ളൂ. ഒരു കസേര ഇട്ട് കൊടുക്കാൻ പുള്ളിക്ക് തോന്നിയിട്ടില്ല. ഒരു ചെറിയ സ്റ്റൂള്, തൻ്റെ മുറി വരുന്നവൻ ആ സ്റ്റൂളയിൽ ഇരുന്നോണം. അതിൻ്റെ അർത്ഥം ഞാൻ അവനേക്കാൾ വലിയവൻ. ലോകത്തിലിരിക്കുമ്പം കേരളത്തിൽ തന്നെ എത്രയാണ്, 35 അടി ദൂരത്തിൽ നിർത്തിയ പാർട്ടികളൊക്കെയാണ്. ഇതൊക്കെയാണ് മനുഷ്യൻ മാറാത്ത ആത്മാവെന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ഇതാണ് യേശുക്രിസ്തു പൊളിച്ചടക്കിയത്. മനുഷ്യൻ ദൈവം, ദൈവവും മനുഷ്യനും. പിന്നെ ഒരു കാലഘട്ടം വരെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ വാദ്യാന്മാരെ ആവശ്യമായതുപോലെ ഞങ്ങളൊക്കെ ആവശ്യമെന്നുള്ളേ ഉള്ളൂ. അല്ല, അവസാനം വരെ ഞങ്ങളും മേളിൽ ഇരിക്കും, നിങ്ങൾ താഴെ ഇരിക്കുന്നുള്ളല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന വേലക്കാർ തെറ്റായിട്ട് പഠിപ്പിക്കുകയാണ്. അവസാനം നമ്മളെല്ലാവരും യഹോവയെ അറിഞ്ഞു പോകും. ഇനി ആരും ഉപദേശിക്കേണ്ട, അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്. ആരും ഉപദേശിക്കേണ്ട, എല്ലാവരും ഉപദേശിക്കപ്പെട്ടവരായി മാറും. അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒലുമരങ്ങൾ. അതിൽ നിന്ന് പ്രാപിച്ച് ജീവിച്ചോണം. അവിടെ പിന്നെ പാർശ്വമില്ല. അതെല്ലാം മാറാൻ പോവുക. ഇതെല്ലാം മാറ്റിയെടുക്കും. ഈ വ്യവസ്ഥിതിയെ മാറ്റും. ഈ പെന്തിക്കോസ് മിഷൻ ഉൾപ്പെടെ സകലതിനെയും പൊളിച്ചെടുക്കാൻ പോവുക. ഒരുത്തം വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് പ്രാപിക്കേണ്ടത് പ്രാപിച്ചോണം. അവരെവിടെ ഇരിക്കും? ഈ അറിവും ഞാനും പ്രാപിച്ചവൻ എവിടെ ഇരിക്കുന്ന പറഞ്ഞ് കർത്താവിൻ്റെ കൂടിരിക്കും. ഈ മർമ്മം അറിയാവോ? കാഹളം നിൽക്കുമ്പോൾ രഹസ്യവരവിൽ എടുക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഒരു കാര്യം ഓർത്ത്, എല്ലാം തുറന്നു പറയാൻ ഒക്കത്തില്ല. ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, രഹസ്യവരവിൽ എവിടെ ഇരിക്കുന്ന ഇങ്ങനെ കർത്താവിനോട് കൂടി ഇരിക്കും. അത് മധ്യാകാശിലാണോ ഭൂമിയിലാണോ
ആകാശത്തിലാണ് പുതിയ യെരൂശലേമെന്നുള്ള അന്നേരം അനുഭവിച്ച് കൊണ്ടുപോകണം. കല്യാണം കഴിഞ്ഞ് മണവാളം പറയുന്നിടത്ത് പൊക്കോണം, അല്ലെങ്കിൽ കർത്താവുമായിട്ടിരിക്കും. അത് ഈ ഭൂമിയിൽ തന്നെയാണോ, ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന സമയമാണോ, അതൊക്കെ അനുഭവിച്ചറിഞ്ഞോളൂ. അതൊരു മിസ്റ്ററിയാണ്. അത് തികഞ്ഞവർക്ക് അറിയാം, അല്ലാത്തവരോട് പറഞ്ഞാൽ അവൻ കൺഫ്യൂഷനാകും. സംഭവം ശരിയാണ്, രഹസ്യപരമുണ്ട്. കർത്താവ് വരികയും ചെയ്യും. 2000-ൽ പാഷ് 99-ൽ പാഷ് ലാസറപ്പച്ചൻ പറഞ്ഞു കർത്താവ് 99 വരും. സത്യമാണ്. അപ്പോൾ ചില കർത്താവ് വന്നു തന്നെ ചേർത്തുകൊണ്ട് പോയി. താൻ കർത്താവിലേക്ക് പറഞ്ഞു. ഇങ്ങനൊരു സീക്രട്ട് കാര്യം അതിനകത്തുണ്ട് കേട്ടോ. അത് അനുഭവിച്ചറിയേണ്ട, അതുകൊണ്ട് വെളിപ്പെടുത്തിയാലും പിടികിട്ടത്തില്ല. ഇവിടെ മണ്ണിന്ന് ഉയർക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് രഹസ്യപരമുണ്ട്, അത് ആർക്കും അറിയത്തില്ല, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ പറയാം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കേണ്ട. 3-ാം അധ്യായത്തിൽ ഒരു മർമ്മം പറഞ്ഞിട്ടുണ്ടെന്ന്. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൽ ഒരു മസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിച്ചെടുത്തു. സംശയമുണ്ട് ചോദിച്ചു, അന്നേരം പറയാം. അപ്പോൾ അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇറാൻ വീണ്ടും ശക്തി പ്രാപിച്ചു വരും. അവനെ മറ്റു ചില രാജ്യങ്ങൾ, ചൈനയും ടർക്കിയും എല്ലാം സഹായിക്കും. ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ നോട്ടം എന്താ? ടർക്കിയുടെ ശക്തിയെ കുറയ്ക്കണം. തുർക്കി പറഞ്ഞിട്ടുണ്ട്, ഇറാൻ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു അഹങ്കാരമാണെന്ന് ചോദിച്ചാൽ അഹങ്കാരമുണ്ട്, അതിനടിയും കിട്ടും. ഇസ്രായേലിന് അടി കിട്ടാൻ പോവാ. അവനൊരു പക്ഷേ തുർക്കിയെ കൂടെ ചിലപ്പോൾ ഇതുപോലെ കുറേ ബലഹീനപ്പെടുത്തിയെടുക്കാം. ഒരു ഭാഗം ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ശക്തിപ്പെട്ട് റഷ്യയുടെ കീഴിൽ, റഷ്യ ഇപ്പോൾ തകർന്നിരിക്കുക, അവന് ജീവിക്കണമെങ്കിൽ വെള്ളമെടുത്തുനിന്ന് കിട്ടണം. അപ്പോൾ അവൻ ഈ പരുവം നോക്കി ഇസ്രായേലിനോട് എതിർപ്പില്ലെങ്കിലും ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യും? കൊള്ളയിടാൻ വേണ്ടി അവിടെ ചെല്ലും. അങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് വാസ്തവത്തിൽ ഇറാനെയും തുർക്കിയൊന്നും സഹായിക്കാനല്ല, പകരം ഇസ്രായേലിനെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതെവിടെ എഴുതിയിട്ടുണ്ട്? ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പകർപ്പാണ് സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ 1-ാം വാക്യം മുതൽ വായിച്ചേ. സക്കറിയ 14:1. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിവാഹിപ്പാനുള്ള യഹോവയുടെ ദിവസം വരുന്നു. നോക്കണം, നിന്റെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഈ റഷ്യ. അല്ല ഇസ്രായേലിനോട് അവർക്ക് എന്താ പിണക്കം? ഇസ്രായേലിലെ അവർ പിണങ്ങേണ്ട ആവശ്യമില്ല. കാരണം വ്ളാഡിമിർ പുടിനൊക്കെ ഈ മറ്റ് ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് തിക്ത അനുഭവങ്ങൾ പ്രാപിച്ചവരാണ് അവൻ്റെ കുടുംബങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നിലനിൽപ്പില്ല, ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ, അതിനുവേണ്ടിയാണ് റഷ്യ ആക്രമിക്കാൻ പോകുന്നത്. വായിക്കാം, അതാട്ട് വായിക്കാം. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഇൻ്റർവെൽ കഴിഞ്ഞ് പതുക്കെ വീണ്ടും തലപൊക്കി ഇവരെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ടർക്കിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്ഫോടനം ഉണ്ടായെന്ന് വരും. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ചേർന്ന് ഇവർക്ക് വരണ്ടേ, ആ വഴി ഒരുക്കാൻ വേണ്ടിയാണ് ഉക്രൈനെ ഇവരെ ആക്രമിക്കുന്നത്. കാരണം റഷ്യൻ പട നീങ്ങി വരണമെങ്കിൽ സിറിയയിൽ വന്ന് തമ്പടിക്കണം. അതിന് ഉക്രൈനെ പിടിക്കാനുള്ള, അല്ല ഉക്രൈൻ ഒരു പാവം ചെയ്തിട്ടല്ല. ഉക്രൈൻ നാറ്റോയിൽ ചേരുമെന്നൊരു കാര്യം വന്നപ്പോഴാണ് ആ ബേസിൽ ഈ തന്ത്രം ഉപയോഗിച്ചത്. ഇന്ന് തീർന്നില്ലല്ലോ, 3 വർഷമായിട്ടും തീർന്നില്ല. പക്ഷേ അവസാനം അവർ ജയിക്കും, റഷ്യ ജയിക്കും. യുക്രൈനിൽ കൂടെ അവരെ പട കൊണ്ടുവരണം. കാരണം വേദവസ്തം അങ്ങനെ പറയുന്നില്ലേ, നിൻ്റെ വടക്കേറ്റത്ത് ഞാൻ ചൂണ്ടലിട്ട് കൊണ്ടുവരും. ആ 38-ാം അധ്യായം മുഴുവൻ വായിച്ച 38, 39, 36-ാം അധ്യായത്തിൽ 36-ൽ നമ്മൾ വായിക്കുമ്പോൾ ചെതറിയിരുന്ന ഇസ്രായേലിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവരെ കൊണ്ടുവരും. ഈ അടുത്ത സമയത്ത് സദ്ഗുരു അറിയപ്പെട്ടൊരു മനുഷ്യനാണ് മദ്രാസിൽ, അദ്ദേഹത്തിൻ്റെ ഈ വിഷയമെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് പലർക്കും അയച്ചു കൊടുത്തു. താൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്നു, കൃത്യമായിട്ട് ഈ പ്രോഫസി. അപ്പോൾ മറ്റുള്ളവർ പോലും ഗ്രഹിച്ചിരിക്കുന്ന കാലത്തിൽ പെന്തിക്കോസുകാരെ നമ്മൾ എത്രയധികം ജാഗ്രതയോടെ ജീവിക്കേണ്ടവരാണ്. വായിച്ച വാക്യം. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും. പക്ഷെ നഗരം പിടിക്കപ്പെടും. ഈ പറഞ്ഞ പോലെ ആ യുദ്ധത്തിൽ യെരൂശലേം പിടിക്കപ്പെടും. എന്താ കാരണം? ബറാക്ക് ഒബാമ സ്ഥാനം ഒഴിഞ്ഞ് പോകുന്ന സമയത്തിന് മുൻപേ താൻ UN ഒരു ബില്ല് സബ്മിറ്റ് ചെയ്തിരുന്നു. എന്താ? യെരൂശലേം പകുതി അറബികൾക്ക് വിട്ടുകൊടുക്കണം. അതിപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ പിന്നാലെ വന്ന് ട്രംപായിപ്പോയി. ട്രംപ് ഇസ്രായേലിനുള്ളതായ താല്പര്യം കൊണ്ടും സമയം ആകാഞ്ഞത് കൊണ്ടും ആ ബില്ല് പെൻഡിങ് കിടക്കുകയാണ്. പക്ഷെ അത് പൊങ്ങി വരും. ആ ബില്ല് വീണ്ടും UN പൊക്കിയിട്ട് ഇസ്രായേലിനോട് പറയും യെരൂശലേം തിരിച്ചു കൊടുക്കണമെന്ന് പറയും, പകുതി. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. അപ്പോഴാണ്
റഷ്യ അതിൻ്റെ മേധാവിയായി ചമഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിലേക്ക് യുദ്ധത്തിന് വരും. ആ യുദ്ധത്തിന് വരുന്ന ഭാഗമാണ് 38 കാണുന്നത്. ശക്തർ ഇസ്രായേലൊന്നും ചെയ്യാനൊക്കത്തില്ല, ഇസ്രായേലിലൊന്നും കാര്യമായിട്ടില്ല, അവനിപ്പോഴേ തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ റഷ്യയും കൂട്ടിനും വന്ന് ഇസ്രായേലിനെ ഇപ്പം പിടിക്കാം, കയ്യെത്തുന്ന ദൂരം വരെ എത്തും. പണ്ട് ശൗല് മലയുടെ ഇപ്പുറത്തും ദാവീദ് ഇപ്പുറത്തും. ദാവീദിനെ പിടിക്കാമെന്നുള്ള കയ്യെത്തുന്ന ദൂരം വന്നപ്പോൾ ദൈവം ഇടപെട്ടു. ഇതേണ്ട പെലിസ്ത്യർ പിന്നെ ആക്രമി അവൻ വിട്ടു, അല്ലെങ്കിൽ ദാവീദിനെ അന്നേ പിടിച്ചു കൊല്ലത്തില്ലേ. ഇതുപോലെ ഇസ്രായേലിനെ ദൈവം രക്ഷിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഈ റഷ്യ ഈ യുദ്ധത്തിൽ ഇവരെയും കൊണ്ട് വന്ന് യെരുശലേം പിടിക്കാനായിട്ട് പോകും. ആ സമയത്ത് യെരുശലേം പിടിക്കും, ഒരു ഭാഗം അവർ പിടിക്കും. ഈ 4 ലോക യുദ്ധത്തിൻ്റെ ഒരു ഭാഗം യെരുശലേം ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ യഹൂദനെ സമ്മതിക്കുമോ? ചിലപ്പോൾ അവൻ അനുഭവം എടുത്ത് കാച്ചിക്കളയും, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാതെ വരുന്ന സമയത്താണ് ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉഗ്രവും ഉപായബുദ്ധി 8:23-23 വായിച്ചു. ദാനിയേൽ 8:23. അപ്പോൾ ഈ 4-ാം ലോകമായത്തും അതിൻ്റെ കൊടുമ്പിരിയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലൈമാക്സിൽ പോകുന്നതിന് മുൻപേ ലോകം നശിക്കും. പിന്നെ അവന്മാരെല്ലാം അണുബോംബ ഉപയോഗിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അണുബോംബ് എടുത്തിട്ട് പ്രയോഗിക്കും. അത് പ്രയോഗിച്ച് ലോകം കാണുമോ? അപ്പോൾ ഇതിനെല്ലാം സൊല്യൂഷൻ, പുതിയൊരു സൊല്യൂഷനായിട്ട് എന്തു ചെയ്യും? ഒരുത്തൻ മുന്നോട്ട് വരും. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു സിറിയൻ യഹൂദനാണെന്നാണ് പറയുന്നത്. അവൻ്റെ പകുതി സിറിയനും പകുതി യഹൂദനുമായിട്ട് വരും. അങ്ങനെ ഒരുത്തരാണ് എതിർക്രിസ്തുവായിട്ട് വരുന്നതാണ് വേദപുസ്തകത്തിൽ നമുക്ക് അല്പം ഗ്രഹിക്കാൻ കഴിയുന്നത്. വായിച്ചേ. എന്നാൽ അവരുടെ രാജത്വത്തിൻ്റെ അന്ത്യകാലത്തിൽ, അപ്പോൾ ഇത് അവസാന കാലത്തിലാണ്, ഒടുക്കം ഇസ്രായേൽ ദേശത്തേക്ക് വന്നു ചേരും. അത് 38 വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 36 വായിച്ചോണം കേട്ടോ. ഈ പ്രോഫസി കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ 38 വായിക്കുന്നതിന് മുമ്പ് എസെക്കിയേൽ 36 വായിക്കണം. അപ്പോഴേ അത് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഇതാ ഒരുത്തം വരുന്നു. വായിക്കാം. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഇതാ പുതിയൊരുത്തം വരുന്നു. അവന് ത്രിബിൾ ആക്റ്റാണ്, 3 ഡയമെൻഷൻ ത്രിബിൾ ആക്റ്റാണ് അവൻ്റെ സ്വഭാവം. ഒന്ന്, ഉഗ്രഭാവം കാണിക്കേണ്ടടുത്തവൻ അവൻ്റെ ഉഗ്രഭാവം വെളിപ്പെടും. സാത്താൻ്റെ ശക്തി അവനിലുണ്ടല്ലോ. അടുത്തത് ഉപായബുദ്ധി, അതാ ഉപായം പ്രയോഗിക്കേണ്ടടുത്ത് അത് പ്രയോഗിക്കും. ഇനി അത് മാത്രമല്ല, 24 വായിക്കുമ്പോഴേ നയബുദ്ധി വായിച്ചേ. 8:25 വായിച്ചേ. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കും. സ്വന്തം ശക്തിയാൽ അല്ലെന്ന് പറഞ്ഞൊരു കാരണം എന്നാ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സർപ്പം മിഖായേലോട് യുദ്ധം ചെയ്ത് താഴെ വരുമ്പോൾ അവൻ തൻ്റെ ശക്തി അധികാരം മൃഗത്തിന് കൊടുക്കും. ഏത് മൃഗം? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കരുതി തരുന്ന അവസാനത്തെ നേതാവ്. അതായത് കഴിഞ്ഞ കാലത്തിൽ 4 സാമ്രാജ്യങ്ങൾ, ബാബിലോൺ, മേദപേർഷ്യൻ, ഗ്രീക്ക്, റോമൻ, 4 സാമ്രാജ്യത്തിനുള്ളത്. ഒന്ന് ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, സൈനിക ഭരണം, പ്രജാധിപത്യം. ഈ 4 ഭരണങ്ങളാണ് ഭൂമിയിലുള്ളത്. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന 4 കൂടെ ചേർന്ന്, അതുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് ഓരോ മൃഗം സമുദ്രത്തിൽ കയറി വരുന്ന കാര്യം ദാനിയേലിൻ്റെ 7 വായിക്കുമ്പോൾ ഇവിടെ വെളിപ്പാട് ദിവസം 13 ഈ കഴിഞ്ഞകാല സാമ്രാജ്യങ്ങളുടെ ശക്തികളെല്ലാം ചേർന്ന് ഒരു സാമ്രാജ്യമായിട്ട് വരികയാണ്. അപ്പോൾ പിന്നെ യുദ്ധമില്ലല്ലോ. അങ്ങനെ യുദ്ധം തീർന്ന് ഏകലോകമായിട്ട് വരാൻ പോകുന്ന കാലം, ഏകമതം. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സകല മ്ലേച്ഛതകളുടെയും മാതാവ്. ഓൾ അബോമിനേഷൻ, അല്ലെങ്കിൽ മതത്തിൽ നന്മവശം ഉണ്ടെന്ന് പറഞ്ഞാലും പല മതങ്ങളിലും ഈ പറഞ്ഞ മ്ലേച്ഛതകളുണ്ട്. അതായത് മതം ഉണ്ടായത് ഇവിടുന്ന ബാബിലോണിൽ നിന്ന്. അതുകൊണ്ടാണ് 17-18 ബാബിലോണിനെ എടുത്തു പറയുന്നത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 10-11 വായിച്ചു വരുമ്പോഴേ അവിടെ നിമ്രോദ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവൻ ആദ്യ നായാട്ട് വീരൻ. അവനെ ദൈവം ആരാധിച്ച് അതിൻ്റെ പിന്നാലെയാണ് ബാൽ ദൈവം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. ആ ബാൽ ദൈവത്തിൻ്റെ ഭാര്യയായിരുന്നു സെറാമിസ്. സെറാമിസ് എന്ന് പറയുന്നവൾക്ക് ഈ നിമ്രോദ് മരിച്ചു കഴിഞ്ഞൊരു കൊച്ചുണ്ടായി. അത് ദൈവത്താൽ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവ അവതാരമാണെന്നും പറഞ്ഞുകൊണ്ട് വീനസ് എന്ന് പറഞ്ഞൊരു ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി. നോക്കണം, ആ വീനസ് ദൈവം. ഈ പറഞ്ഞ നിമ്രോദ് മരിച്ചു കഴിഞ്ഞ് പിന്നെ കൊച്ചുണ്ടാകുമ്പോൾ സമാനം പറയണ്ടേ? അപ്പോൾ അതിന് തെളിവില്ല. അപ്പോൾ അത് വേറെ വകുപ്പെല്ലാം പറഞ്ഞിട്ട് ദൈവത്താലാണെന്ന് പറഞ്ഞ് അതിന് വീനസ് ദേവൻ്റെ ഒരു ദേവൻ പ്രത്യക്ഷമായി കൊടുത്താന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് ഈ മതങ്ങളുടെ ഈ വിഗ്രഹാരാധന ശക്തി. ബാലിൻ്റെ ദൈവം,
ബാധ സൂര്യൻ്റെ അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ച് സൂര്യ ദൈവത്തെ ആരാധിക്കുന്ന പ്രവണത അവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ബാല്. അപ്പോൾ അവിടെയാണ്, അതുകൊണ്ട് മ്ലേച്ഛതകളുടെ മാതാവെന്ന് പറയാൻ കാരണം ബാബിലോണിലാണ് മതങ്ങൾ ഉണ്ടായത്. ആ മതങ്ങൾ വ്യവസ്ഥയില്ലാതെ സത്യദൈവത്തിന് അന്യപ്പെടുത്തിക്കൊണ്ട് മ്ലേച്ഛതയാണ്. മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ അന്യാരാധന. അതുകൊണ്ടാണ് മർമ്മം മഹദിയാം ബാബിലോൺ വായിച്ച് 17:5. മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ. അപ്പോൾ ആ മതം വീണ്ടും ശക്തിപ്പെടും. അതാണ് വീണ്ടും 17-ാം അധ്യായം 18-ാം അധ്യായം മതമുണ്ട് വ്യാപാര കേന്ദ്രവും മൃഗത്തിന്മേലൊരു സ്ത്രീ ഇരിക്കുന്നു. അതായത് മതവും രാഷ്ട്രീയവും ചേർന്നൊരു ഭരണം ഭൂമിയിലേക്ക് വരും. അതിന് വരാനുള്ള ഇത് തുടക്കമാണ് ഈ ഇസ്രായേൽ റഷ്യയുടെ യുദ്ധം. അവിടെ പോയി അവർ യെരുശലേം പിടിക്കാൻ പോകുന്ന സമയത്തിൽ അത് സംഗതി ആകെ പ്രശ്നമായി തീരുന്ന സമയത്തിൽ ഉഗ്രവും ഉപായമുള്ള ഒരു നേതാവ്, അതാണ് എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. വെളിപ്പാട് 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗം 1 മുതൽ 7 വരെ അവനെപ്പറ്റി പറയുന്നുണ്ട്. അവൻ വന്നതിന് ശേഷം നമ്മുടെ ഉഗ്രഭാവം, ഉപായം, നയബുദ്ധി 44-ാം തോന്നില്ലേ. അവൻ നയബുദ്ധിയാൽ എത്രാം വാക്യം? 8:25. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും നോക്കട്ടെ, നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും. അതിന്ന് ആത്മീയ കോളത്തിലുണ്ടെന്ന് നമ്മൾ ചിലരെ പഠിച്ചാൽ ഈ പറഞ്ഞ 3 ശക്തിയും വ്യാപരിക്കുന്നവരുണ്ട്. ഉഗ്രഭാവം ഉപയോഗിച്ചിട്ട് ഒരു ഉഗ്രഭാവം കാണിക്കും, കഥകളിക്കാരെ പോലെയാണ്. രണ്ടാമത് അത് വിജയിച്ചില്ലെങ്കിൽ ഉപായത്തിൽ പ്രയോഗിക്കും. അടുത്തവൻ്റെ രാഷ്ട്രീയക്കാരുടെയിലുണ്ട്, മതമുള്ളവരിലുമുണ്ട്. ഇന്ന് മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ചില മതത്തിൽ തന്നെ ഈ ശക്തിയുണ്ട്. 3 കാര്യങ്ങൾ അവർ കാണും. ഒന്ന്, ഉഗ്രഭാവം. ഒരുത്തരെ തെറിപ്പിക്കണമെങ്കിലോ അവനെ ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ ആ ഉഗ്രകോപം വെളിപ്പെടും. ഇനി അത് പറ്റിയില്ലെങ്കിൽ ഉപായത്താൽ ചതിക്കും. ഇനി അതില്ലെങ്കിൽ നയബുദ്ധി. ഇത് 3 കൂടെ വരുന്നതാണ് ഈ പറഞ്ഞ നേതാവായ എതിർ ക്രിസ്തുവിനുള്ളത്. അപ്പോൾ പിന്നെ ചോദിക്കണോ, ഒന്ന് മാത്രമാണ് തിരക്കേടില്ല. ഇപ്പം നമ്മുടെ ചില നേതാക്കന്മാർക്ക് ഓരോന്നേ ഉള്ളൂ. ഇത് 3 കൂടെ ചേർന്ന് വരുന്നവനാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അവൻ യഹൂദനെയും പിന്നെ അറബികളെയും എല്ലാവരെയും സോപ്പിട്ട് അല്ലെങ്കിൽ പരുവത്തിൽ കയ്യിലാക്കിയിട്ട് ഇസ്രായേലിനോട് നിങ്ങൾക്ക് ആലയം പണിയണോ? പണിയാം, ഞാൻ പണിതു തരാം. അറബികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ്റെ പേര് വേണോ? അതും തരാം. കുറച്ചുകൂടെ മോഡേണൈസ്ഡായിട്ട് പണിയാം. അതാണ് യഹൂദൻകാർ. നമ്മൾ പാടാറില്ലയോ, യഹൂദന്മാർ ആലയം പണിയുന്നൊരു പാട്ടില്ലേ, എന്തുവാ യൂതർ അതിൻ്റെ തുടക്കം അങ്ങനെ യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായുധർ തുടങ്ങിടുമ്പോൾ ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായുധർ തുടങ്ങിടുമ്പോൾ തിരുസഭയാമാലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരും. നല്ല പാട്ടാണ്. അതുകൊണ്ട് അതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിലെ പല സംഭവങ്ങളുണ്ട് ഇല്ലയോ. ആവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്ന് ചേർന്നിടും പ്രിയ. ഇനി ഈ ആലയത്തിന് മുമ്പ് വേറൊരു ഡാൻസ് അതിനകത്തുണ്ട്. എന്താ? നാസ്തികരാം ജ്ഞാനികൾ തൻ ശാസ്ത്രം പടുത്തുയർത്തുമ്പോൾ. അത് പാടിക്കേ. നാസ്തികരാം ജ്ഞാനികൾ തൻ ശാസ്ത്ര നേട്ടങ്ങൾ ഭൂവിൽ വിനാശം വിതറിടുമ്പോൾ. നാസ്തികരാം ജ്ഞാനികൾ തൻ ശാസ്ത്ര നേട്ടങ്ങൾ ഭൂവിൽ വിനാശം വിതറിടുമ്പോൾ. പ്രളയവും ഭൂകമ്പവും കൊടുങ്കാറ്റുമായി പ്രകൃതിയും പ്രകോപനമായി തിരിഞ്ഞിടും. അങ്ങനെ ഉഗ്രഭാവവും ഉപായബുദ്ധിയുള്ളതായി ഈ നേതാവ് വരുന്നതാണ് ആൻറ്റി ക്രൈസ്റ്റ്. അവൻ അറബികളെയും ഇസ്രായേലിനെയും ഒരുപോലെ ഐക്യം. അത് ക്രിസ്ത്യാനി അല്ലല്ലോ. ക്രിസ്ത്യാനി എടുക്കപ്പെട്ടു, ബാക്കിയുള്ളത് കൈവിടപ്പെട്ടവരുണ്ട്. അവരിൽ കുറേ പേര് ഈ മതത്തോട് ചേരും. ആഗോള മതത്തോട് പെന്തിക്കോസ് ഒരു വലിയ ഭാഗം ചേരുകയാണ്. വേർപാടെല്ലാം നഷ്ടപ്പെടുത്തിയവരെല്ലാം അതിനോട് പോകും. കുറച്ച് പേര് ഇവരോട് എതിർത്ത് നിൽക്കും. നോക്കണം, ജനത്തിൽ ബുദ്ധിയുള്ളവർ അവനോട് എതിർത്ത് നിൽക്കും എന്ന് പറഞ്ഞ പോലെ അവരെ അവൻ കൊല്ലും. 13-ാം അധ്യായത്തിൽ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവർ മൃഗത്തിൻ്റെ. അപ്പോൾ ഇവിടെയാണ് എതിർ ക്രിസ്തുവിൻ്റെ ആവിർഭാവം. അവൻ വന്നിട്ട് നയബുദ്ധിയാൽ യഹൂദൻ ആലയം പണിയാൻ ഇട കൊടുക്കും. അങ്ങനെ അവർ ആലയം പണിത് 3.5 വർഷം കഴിയുമ്പോൾ അപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഈ സമയത്തിൽ പലരും അവനോട് യോജിക്കത്തില്ല.
അപ്പം 3.5 വർഷത്തിൻ്റെ അവസാനത്തിൽ അവൻ്റെ തനി സ്വഭാവം വെളിപ്പെടും. അവൻ്റെ പ്രത്യക്ഷതയുടെ 4 ഘട്ടങ്ങളാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരയെ ചുമന്ന്, പിന്നെ അടുത്തത് കറുപ്പ്, പിന്നെ പച്ച കലർന്ന മഞ്ഞക്കുതിര. പച്ച ആ കാലഘട്ടത്തിൽ ഒരു സാമ്രാജ്യത്തിൽ കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇസ്ലാമിനെയും ശേഷിക്കുന്ന ക്രിസ്ത്യാനികളെയും യഹൂദനെയും ഒരുപോലെ വരയിൽ കൊണ്ട്, അതുകൊണ്ടാണ് അവർ ദജ്ജാലിനെ ഭയപ്പെടുന്നത്. ഇസ്ലാം പണ്ഡിതന്മാർ പറയുന്നത് ദജ്ജാൽ അന്ന് മുസ്ലിങ്ങൾ ഒരുപാട് പീഡിപ്പിക്കുന്നതാണ്. അവൻ വന്ന് മക്കയെ സ്വന്തമാക്കുന്നവർ പറയുന്നുണ്ട്. ഞാൻ പുസ്തകത്തിൽ കേട്ടിട്ടുണ്ട്. ഉസ്താദന്മാർ പറയുന്നത് മക്കയെ സ്വന്തമാക്കും. അതെവിടെ എഴുതിയിരിക്കുന്നത്? ദേശത്തിലെ മനോഹര വസ്തു ഇല്ലയോ അവരെ പിടിച്ചെടുക്കുന്ന ഒരു വാക്യമുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ അത് ഇല്ലയോ? 11 വായിച്ചേ. 11 24 വാക്യം വായിച്ചേ. ദാനിയേൽ 11:24. പുഷ്ടിയുള്ള ദേശം അല്ലേ? അതിൻ്റെ സമാധാനകാലത്ത് തന്നെ നോക്കണം. പുഷ്ടിയേറിയ സ്ഥലം. ഇസ്ലാമികരുടെ ഏറ്റവും പുഷ്ടിയേറിയ സ്ഥലമാണ് മക്ക. അതുകൊണ്ടാണ് അവർ പറയുന്നത് മക്കായെ പിടിക്കുമ്പോൾ പലരും മദീനയിലേക്ക് ഓടിപ്പോകും. അപ്പം മുസ്ലിമിനെ വഞ്ചിച്ചുകൊണ്ട് ഈ ദജ്ജാൽ എന്ന് പറയുന്ന എതിർ ക്രിസ്തു മക്കയെ പിടിക്കും. രണ്ടാമത് അവൻ്റെ നോട്ടം വിടാം, മനോഹര ദേശമാണ് അല്ലേ? അടുത്തത് 11 ഏതാ 36 അല്ലല്ലോ, 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ മനോഹര ദേശത്തേക്ക് കൈ നീട്ടും. 44 45 വായിച്ച്, 41 മുതൽ വായിച്ച്. 11-40 മനോഹര ദേശത്തിലേക്ക് കടക്കും. മനോഹര ദേശത്തിലേക്ക് കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. ഇപ്പൊ നോക്കണം, ഈ എതിർ ക്രിസ്തുവിന് ലോകം മുഴുവനും കീഴ്പ്പെടത്തില്ല. ഇപ്പൊ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന രാജ്യമാണ് ഏദോമും പിന്നെ മോവാബും അമ്മോന്യ ശ്രേഷ്ഠരും. ഇതേത് രാജ്യമാണ്? ഇതാണ് യോർദാൻ. യോർദാൻ ഇവന് പിടികൊടുക്കത്തില്ല. ഇന്ന് യോർദാൻ മുഴുവൻ ഇസ്രായേലാണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ്റെ മിസൈൽ വന്നപ്പോൾ യോർദാൻ അടിച്ചിട്ടതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. യോർദാനിൽ ഇസ്രായേലിൻ്റെ ഒരു ശരിയായ ബന്ധം അവിടെ ഉണ്ട്. ആരാണ് ഈ പറഞ്ഞ യോർദാൻകാർ? അല്ലെങ്കിൽ ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏദോമ്യരും പിന്നെ ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. മോവാബിലെ അമ്മോന്യ നമുക്കറിയാം ലോത്തിന്റെ സന്തതികൾ. ലോത്തിന്റെ സന്തതികൾ യോർദാനിലാണ്. ഇതിൻ്റെ അക്കരെ യോർദാൻ നദിയിൽ അക്കരയ്ക്ക് പോയവർ താമസിച്ചു. ആ കൂട്ടത്തിൽ ഏദോമ്യർ അതാരാ? ഏശാവിൻ്റെ സന്തതികളും കുറേ പേര് അവിടെ, കുറേ പേര് ടർക്കിയിൽ, കുറേ പേര് റഷ്യയിൽ. അപ്പോൾ ഏദോമ്യരും പിന്നെ മോവാബ്യരും അമ്മോന്യരും. ഇത് യോർദാൻ. യോർദാൻ ആ കാലത്തും ഈ ആൻറ്റിക്രൈസ്റ്റിനോട് ചേർത്തില്ല. പക്ഷേ യോർദാനിൽ കുറേ വീരന്മാരുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റുകളെ പോലെ കുറേ ഉണ്ട്. ഇവരുടെ പണി എന്താ? ഈ എതിർ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ കാലഘട്ടത്തിൽ, അപ്പോൾ എതിർ ക്രിസ്തു ഒന്ന് പതുക്കെ ഭരിക്കുന്ന സമയത്തിൽ അവൻ മിസ്രൈമിനെല്ലാം സ്വന്തമാക്കും. പക്ഷേ കിഴക്കൻ രാജ്യങ്ങൾ അവന് അനുകൂലമല്ല. വായിച്ച കിഴക്കൻ രാജ്യങ്ങളും അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും. മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകയില്ല. മിസ്രൈം ദേശം, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും അവന് കീഴ്പ്പെടും. പക്ഷേ അവൻ പൊന്ന് വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും ക്രൂശ്യരും അവന്റെ അനുചാരികളായിരിക്കും. ലൂബ്യരും ക്രൂശ്യരും അതാരാ? ലൂബ്യർ ലിബിയ, അതാ പൂത്യർ എന്ന് പറയുന്നത്. പൂത്യർ എന്ന് പറഞ്ഞൊരു ലൂബിയർ, ലിബിയ എന്ന് പറയുന്ന ദേശം അവന് കൂടെ കാണും. അടുത്തത് എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. കിഴക്ക് നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനം. അപ്പൊ കിഴക്കൻ രാജ്യമായ അതാ ചൈന അവനോട് അനുകൂലിക്കത്തില്ല. രണ്ടാമത് ഇന്ത്യ, ജപ്പാൻ. ഇതാണ് കിഴക്കൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇവനെ സമ്മതിക്കില്ല. കാരണം ഇവൻ സാമ്രാജ്യം പിടിക്കാൻ വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാകും. പക്ഷേ കിഴക്കൻ രാജ്യങ്ങൾ ചേർന്ന് അവർ ഇവിടെ വരും. ഇവിടെ ഇസ്രായേൽ വന്ന് തങ്ങൾക്ക് വേണം രാജ്യം. ഈ വടക്കൻ രാജ്യങ്ങളിൽ ചിലത് ഇപ്പോൾ ഉക്രൈനൊക്കെ മാറിയിരിക്കുകയല്ലേ, അങ്ങനെ ചില രാജ്യങ്ങളും ഇവനോട് അനുകൂലിക്കത്തില്ല. അപ്പം ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ലോകം മുഴുവൻ പോയി. ഇപ്പോൾ കേരളത്തിൽ എന്താ സംഭവിക്കാമെന്ന് അറിയത്തില്ല. കേരളമൊക്കെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്നതല്ലേ. അപ്പം ഇവന് മൊത്തം ഭരിക്കാനൊക്കത്തില്ല. ഇവർ കുറേ പേര് എതിരായി നിൽക്കും. പക്ഷേ ഇവനെന്ത് ചെയ്യും? അടുത്തത് ഇവരെ സ്വാധീനിക്കാൻ വേണ്ടി വേറെ ടെക്നിക്ക് എടുക്കും. ഇവൻ ആളുകളെ ഇങ്ങനെ അയച്ചുകൊണ്ട്, ഇപ്പം മോദി അയച്ചതുപോലെ, ഇവിടെ യുദ്ധം കഴിഞ്ഞപ്പോൾ ശശി തരൂരിനും പിട്ടാസിനൊക്കെ അയച്ചതുപോലെ പല പ്രവാചകന്മാരെ അയക്കും. അതുകൊണ്ടാണ്
അവരുടെ വായിൽ നിന്ന് തവളയെപ്പോലെ. ഈ കിഴക്കൻ രാജാക്കന്മാർ യുദ്ധത്തിന് വരുമ്പോൾ യുദ്ധത്തിനായിട്ട് വരും. ഇവൻ്റെ ഭരണകാലത്ത് ഈ കിഴക്കൻ രാജാക്കന്മാർ ഇവരോട് യുദ്ധത്തിന് വരും. 16-ാം അധ്യായത്തിൽ 6-ാമത്തെ ദൂതൻ വായിച്ച് കലശം ഒഴിച്ചപ്പോൾ യൂഫ്രട്ടീസ് നദി പറ്റിപ്പോയി. 16-ന്റെ ലാസ്റ്റ് വായിച്ച്. 6-ാമത്തവൻ തന്റെ കലശം 16-ന്റെ 12 16-ന്റെ 12-ാം 12-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 16-ന്റെ 12. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന്. ആരെ കിഴക്ക്? നിങ്ങൾക്കറിയാൽ ചൈന ഇപ്പോൾ തായ്ലൻഡ് മുതൽ ഇങ്ങോട്ട് വലിയൊരു ഹൈവേ ഉണ്ടാക്കിയിരിക്കുക. ഈ മോദി അത് കണ്ടുപിടിച്ചില്ലേ? മോദി കണ്ടുപിടിച്ചതിന് ശേഷമാണ് മോദി ഇപ്പുറത്തൂടെ വേറെ ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഇനി ആഗോള അടിസ്ഥാനത്തിൽ വലിയ വ്യാപാര കേന്ദ്രങ്ങൾ വരാൻ പോവുകയാണ്. വെളിപ്പാട് 18-ാം അധ്യായത്തിൽ പോകുന്ന വലിയ വ്യാപാര സങ്കേതങ്ങളാണ് ഭൂമിയിൽ വരാൻ പോകുന്നത്. വാങ്ങാനോ വിൽക്കാനോ ലിങ്കൻ്റെ കട പൂട്ടേണ്ടി വരും. പക്ഷേ ലിങ്കൻ്റെ പേരുള്ള കമ്പനി അപ്പുറത്തുണ്ട്. മനസ്സിലാകുന്നു? ലിങ്കൻ്റെ കടകളെല്ലാം പൂട്ടേണ്ടി വരും. പക്ഷേ ലിങ്ക് എന്ന് പറഞ്ഞ് വലിയൊരു മാൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ ഇനി കിട്ടത്തുള്ളൂ. അതിനാണ് അദാനിയെല്ലാം ഐഫായിൽ ഇസ്രായേലിൽ പോർട്ടുണ്ടാക്കിയതുപോലെ സിലോണിൽ ഇവിടെയൊക്കെ പോർട്ടുണ്ടാക്കിയതിന് കാരണം ഈ സാധനങ്ങൾ ബൾക്കായിട്ട് വരണം, വാങ്ങാനോ വിൽക്കാനോ. വെളിപ്പാട് 13 വായിക്കുമ്പോൾ ഒരു നമ്പർ തരും, 666 നമ്പർ കൊടുത്തിട്ട് ആ കമ്പ്യൂട്ടർ മാർക്കിങ്. ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റാസ് അവിടെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ എടുത്തവർ സകല പുള്ളിയുടെയും ഡേറ്റാസ് സകലതും. ഇനിയിപ്പോൾ പുതിയ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരം പോലും വ്യക്തമായിട്ട് കാണാം. നിങ്ങളുടെ വീട്ടുവാതൊക്കെ നിങ്ങൾ നിൽക്കുന്നത് ഇന്നാരാണെന്ന് വ്യക്തമായിട്ട് കാണത്തൊക്കെ ഉള്ള വീഡിയോ വന്നിരിക്കുകയാണ്. മാപ്പ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതുപോലെ അഡ്വാൻസ്ഡായിട്ട് ലോകം പുരോഗമിച്ചു കഴിഞ്ഞു. ഒരുത്തരും രക്ഷപ്പെടാനൊക്കത്തില്ല. ക്യാമറയ്ക്ക് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഈ രാജ്യങ്ങൾ അപ്പോൾ ചിലതെല്ലാം അവൻ എതിർത്തിരിക്കും. അപ്പോൾ അവസാനം ഈ കിഴക്കൻ രാജ്യങ്ങൾ യെരുശലേമിനെ പിടിക്കാൻ വരും. കാരണം ആരാണോ യെരുശലേം പിടിക്കുന്നതോ അവരായിരിക്കും ഈ ലോകത്തിൻ്റെ ഭരണകർത്താക്കന്മാർ. അപ്പോൾ ചൈന, ചിലർ വ്യാഖ്യാനത്തിനുണ്ട് ചൈന വന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യും, ഇന്ത്യയിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നും മനുഷ്യർ അന്തരവും വിഗ്രഹങ്ങളെ വിട്ടു മാറാതെ ദൈവത്തെ ശപിക്കുന്നൊക്കെ ഒരു വാക്യത്തിനകത്തുണ്ട്. അത് ഇന്ത്യയിൽ കൂടെ വരുന്ന സംഭവമാണെന്ന് ചിലർ പ്രാസംഗികൻ വരാറുണ്ട്. അതിരിക്കട്ടെ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുണ്ട് ആ കാര്യം പറയണ്ട, അതിരിക്കട്ടെ. പക്ഷേ ഈ ചൈന ഇപ്പോൾ വലിയ ഹൈവേ വെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാൻ വരെ, പാകിസ്ഥാനും കഴിഞ്ഞു, അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞു. ഏതാ? ചൈന ടിബറ്റ് വഴി ഇത് കാശ്മീരുണ്ടല്ലോ, അധിനിവേശ കാശ്മീരിൽ ഇതിന് വഴക്കതാണ്. അല്ലാതെ ഈ പാകിസ്ഥാന് വേണ്ടിയല്ല. ഈ വരുന്ന ഹൈവേയിൽ കൂടെ പിന്നീട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖിൽ യൂഫ്രട്ടീസ് നദിയിൽ വരും. ഇവരിങ്ങനെ യെരുശലേമിലേക്ക് കയറി വരും. വായിച്ച്. ആറാമത്തെ കലശം. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. നോക്കണം, അതിലെ വെള്ളം വറ്റിപ്പോയി. കാരണം ഇവർക്ക് അങ്ങോട്ട് പ്രവേശിക്കണം. എതിർ ക്രിസ്തുവായിട്ട് യുദ്ധം ചെയ്യാൻ ഇവൻ വരുന്നത്. ഈ കിഴക്കൻ രാജാക്കന്മാർ എതിർ ക്രിസ്തുവിനോട് പോരാടാൻ വേണ്ടി ഇന്ത്യ, ചൈന, ജപ്പാൻ ഇതെല്ലാം കൂടെ ചേർന്ന് സംയുക്തമായിട്ടൊരു സംഘടന വരും. കാരണം കിഴക്കൻ രാജ്യത്തിന് ആധിപത്യം വേണം. വടക്കൻ രാജ്യം ആര് വരുന്നു? ഓൾറെഡി റഷ്യയും ഇറാനും പാർട്ടിയെല്ലാം വന്നു കഴിഞ്ഞു, ടർക്കിയും വന്നു കഴിഞ്ഞു. ഇവരെല്ലാം യഹോശഫാത്ത് താഴ്വരയിൽ വന്ന് തപ്പടിക്കും. ഭയങ്കര വിശാലമായ 200 ചതുരശ്ര മൈൽ ചുറ്റളവാന്ന് പറയുന്നത്. അവിടെയാണ് ഇവന്മാരെല്ലാം തമ്പടിക്കുന്നത്. അപ്പോൾ കിഴക്കൻ രാജാക്കന്മാർ വന്ന് തുറന്നു കൊടുക്കും. മാത്രമല്ല അവിടെ 4 പിശാചുകളെ പിടിച്ചിട്ടുണ്ട്, അശുദ്ധാത്മാക്കൾ. അതിനെ അഴിച്ചുവിടും. വായിച്ചേ. 16 മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും. ഇല്ല, 16-ന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 4 അശുദ്ധാത്മാക്കളെ അഴിച്ചുവിടുന്നില്ല. 9-ാം അധ്യായത്തിലില്ലേ? 9-ന്റെ 14-ാം വാക്യം. വെളിപ്പാട് 9-ന്റെ 14. യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങും 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ. വലിയ സംഹാരം. എല്ലാ വാക്കിനും ഇപ്പോഴൊക്കെ സമയമില്ലല്ലോ, നമുക്ക് പിന്നെ അടുത്ത ആഴ്ച കൊണ്ട് ചിന്തിക്കാം. എന്താ സംഭവിക്കുന്നത്? ഇവരെല്ലാം ചേർന്ന് ഇങ്ങനെ വരും. വടക്കു നിന്നൊരു കൂട്ടർ വരും, അന്തിക്രിസ്തുവിൻ്റെ സൈന്യങ്ങൾ. ഇനി പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്കയും കൂട്ടരും അവർക്കറിയാം, വേദോസ്തം വായിച്ചിരിക്കുന്നുണ്ട്, ഇതിൽ പോയി അടിപ്പെട്ട് സൈന്യങ്ങളൊന്നും ഇല്ലായിരിക്കും, അവരുമായിരിക്കും. അങ്ങനെ എല്ലാം കൂടി യെരുശലേമിൽ വന്ന്
യഹോശാഫാത്ത് താഴ്വരയിൽ ഹർമ്മോദോനിൽ വന്ന് തമ്പടിക്കും. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അങ്ങനെ 7 വർഷമാണ് ഈ മൂന്നാം ലോകമായ യുദ്ധം. അതിൻ്റെ അവസാനത്തിലാണ് നമ്മൾ പറയുന്ന ഹർമ്മോദോൻ യുദ്ധം. വായിച്ച് 16-ന്റെ ഹർമഗദോൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കും. അവിടെ വരുമ്പോഴാണ് ഹർമ്മോദോൻ യുദ്ധം. അപ്പോൾ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. ഒബാമ വെച്ചിരിക്കുന്ന ആ പേപ്പർ അനുസരിച്ച്, ബില്ലനുസരിച്ച് ആ പേരിൽ കൊള്ളയിടാൻ വരുന്ന റഷ്യയും കൂട്ടരും ഒരു ഭാഗം. ഇവരിങ്ങനെ സങ്കേതം വലിച്ചു വരുമ്പോൾ ചൈനയും ഇന്ത്യയിൽ കൂടെ വന്ന് ഇവരവിടെ കയറും. എല്ലാം കൂടെ കൂടി ഒരു അടിയടിക്കാൻ പോവുകയാണ്. കർത്താവ് അനുവദിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അവരവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കൂടി വരുന്നിടം വരെ അവരവിടെ നിൽക്കട്ടെ. മെഗിദോ താഴ്വരയിൽ അല്ലെങ്കിൽ ഹർമ്മദോൻ, അതിനുവേണ്ടി അവർ നിൽക്കട്ടെ. നമുക്ക് പിന്നീട് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാൻ കാഹളം എന്ന് വെച്ചാൽ നമുക്ക് പോകാം. പിന്നെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഇവരുടെ അടി കാണാം. ഒരു നിമിഷം നമ്മൾ കണ്ണടയ്ക്കാം. ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം, ഈ സമയത്ത് യഹൂദന് വലിയ ഉപദ്രവം ഉണ്ടാകും. കർത്താവായ യേശു യുദ്ധത്തിനായി യേശു ക്രിസ്തുവും ഒരു യുദ്ധമുണ്ട്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഭൂമിയും ആകാശവും ജലാശയങ്ങളും മനുഷ്യരാലേറ്റം മലിമസമാ. ഭൂമിയും ആകാശവും ജലാശയങ്ങളും മനുഷ്യരാലേറ്റം മലിമസമാ. ദുഷ്ടമൃഗ സദസ്യരായി മധ്യരൊന്നിനോ പെരുകി വരുന്നോഴിയിൽ തിരുമൊഴി പോ. ദുഷ്ടമൃഗ സദസ്യരായി മധ്യരൊന്നിനോ പെരുകി വരുന്നോഴിയിൽ തിരുമൊഴി പോ. ഭൂമിയും ആകാശവും ജലാശയങ്ങളും മനുഷ്യരാലേറ്റം മലിമസമാ. ഭൂമിയും ആകാശവും ജലാശയങ്ങളും മനുഷ്യരാലേറ്റം മലിമസമാ. ദുഷ്ടമൃഗ സദസ്യരായി മധ്യരന്തിനം പെരുകി വരുന്നോഴിയിൽ തിരുമൊഴി പോ. ദുഷ്ടമൃഗ സദസ്യരായി മധ്യരന്തിനം പെരുകി വരുന്നോഴിയിൽ തിരുമൊഴി പോ.